സ്വസ്തി ശിവാദി ശ്രീ ഗുരുഭ്യോ നമാഗും ഗുരുഭ്യോ നമാഗം ഗണപതയേ നമഃ സം സരസ്വതി നമഃ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ. ത്രിമൂർത്തിശക്തിസംഭൂതാം ശ്രീവിദ്യാമന്ത്രമാതൃകാം ശ്രീചക്രമധ്യനിലയാം ധ്യായേൽ മൂകാംബികാം സദാ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ശരണാഗതദീനാർത്ത പരിത്രാണപരായണേ സർവസ്യാർത്തിഹരേ ഗൗരി നാരായണി നമോസ്തുതേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സച്ചിദാനന്ദരൂപായ വിശോൽപത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. വല്ലഭക്ഷോണീശുകീർത്തിമന്ദം നാരായണായേതി സദാജപന്തം ശ്രീകൃഷ്ണപാദാബ്ജമധുവ്രതം തം നമാമി നിത്യം. പിതരം കുമാരം ഗുരും കുമാരം പ്രണതോസ്മി നിത്യം. ശ്രീ അച്യുതം നതോസ്മി. ഋഷിഭ്യോ നമഃ സാധകേഭ്യോ നമഃ ഗുരുഭ്യോ നമഃ പിതൃഭ്യോ നമഃ പരമഭാഗവതേഭ്യോ നമഃ ഭക്തേഭ്യോ നമഃ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഒന്നും കേൾക്കാനില്ലല്ലോ. സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോപികാ ജീവനസ്മരണം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണ ഭഗവാൻ സ്വധാമത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിയ അന്നു മുതൽ കലികാലം ആരംഭിച്ചു എന്നാ പറയുക. കലിയുഗം 4,32,000 വർഷമാണ് കലികാലം. ഓർമ്മിക്കണേ, കണക്കൊക്കെ ഒന്ന് ഓർമ്മിച്ചോളൂ. 4,32,000 വർഷം. അതിലേക്ക് ഇപ്പോൾ ഏതാണ്ട് 5,126 വർഷം ആയിട്ടേ ഉള്ളൂ. 4,32,000 വർഷം നീണ്ടു നിൽക്കുന്ന കലികാലത്തിലേക്ക് ഇപ്പോൾ 5,126 വർഷത്തോളം ആയിട്ടുള്ളൂ. ഇപ്പം തന്നെ നമ്മൾ കലികാലം കലികാലം എന്ന് പറയാൻ തുടങ്ങി പല അവസരങ്ങളിലും, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. 4,32,000 വർഷമൊക്കെ ആവുമ്പോൾ എന്താവും അവസ്ഥ? ഒരു സമാധാനം നമ്മളൊന്നും അന്നേക്ക് ഉണ്ടാവില്ലല്ലോ എന്നാണ്, അല്ലേ? പക്ഷെ സജ്ജനങ്ങളുടെ വിഷമം എപ്പോഴും ഭാഗവതമൊക്കെ കേൾക്കുമ്പോൾ കണ്ടില്ലേ, നാരദ മഹർഷിയെ പോലെ വ്യാസനെ പോലെ ഒക്കെയുള്ള സജ്ജനങ്ങളുടെ ഒക്കെ വിഷമം എന്താണെന്ന് അറിയോ? അവരവരെ കുറിച്ചിട്ട് ഓർത്തിട്ടല്ല അവർക്ക് ദുഃഖം. അവരുടെ ദുഃഖം മറ്റുള്ളവരെ ഓർത്തിട്ടാണ്, അല്ലേ? അപ്പം അതുകൊണ്ടാണ് ഈ കലികാലം ഒട്ടനവധി മാലിന്യങ്ങൾ വർഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ കലികാലത്തെ മറികടക്കാനുള്ള വലിയൊരു മന്ത്രം ഉണ്ട് എന്നാണ്. ആ മന്ത്രത്തെയാണ് കലിസന്ധാരണ മന്ത്രം എന്നൊക്കെ പറയാം. ഈ കലിസന്ധാരണ മന്ത്രം എന്ന് കേൾക്കുമ്പോൾ അത്ര പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ,
നമുക്കൊക്കെ അറിയണ മന്ത്രമാണ്. ഒരു 2 തവണ അത് ചൊല്ലിയിട്ട് നമുക്ക് പ്രഭാഷണത്തിലേക്ക് വരാം. സമയം ഇങ്ങനെ 3 മണിയൊക്കെ കഴിഞ്ഞൊരു സമയം കൂടിയാണ്. അതുകൊണ്ട് ഒരു നാമൊക്കെ ചൊല്ലിയാൽ ഒന്നും കൂടിയൊക്കെ ഒരു ഉത്സാഹം നമുക്ക് ഉണ്ടാവും. ഒരുമിച്ച് ചൊല്ലാം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധത്തിലെ 16, 17, 18 അധ്യായങ്ങളാണ് ഇപ്പോൾ ഇവിടെ ചർച്ചാ വിഷയം. ഭാഗവതത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളൊക്കെ പറയും ശ്രീമൽ ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. ശ്രീമൽ ഭാഗവതം എന്നത് പ്രത്യക്ഷ കൃഷ്ണയേവ ഹി, ശ്രീകൃഷ്ണ ഭഗവാൻ പ്രത്യക്ഷമായിട്ട് നമ്മുടെ മുമ്പിൽ വന്നാൽ എങ്ങനെയുണ്ടാവും? അതാണ് ഭഗവാന്റെ വാങ്മയ സ്വരൂപമായിരിക്കണ ശ്രീമൽ ഭാഗവതം. ഇപ്പൊ ഈ ഗുരുവായൂരപ്പനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ, ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ എന്ത് രൂപത്തിലാണ് നമ്മൾ കാണാറുള്ളത്? വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കും. ശ്രീകൃഷ്ണ ഭഗവാൻ എന്നങ്ങോട്ട് പറയുമ്പോൾ എന്ത് രൂപ നമ്മുടെ മനസ്സിൽ തെളിയ? പല വിധത്തിലായിരിക്കും പലർക്കും, അല്ലേ? ചിലർക്ക് ഗുരുവായൂരപ്പൻ എന്നങ്ങോട്ട് പറയുമ്പോൾ തൃക്കാൽ രണ്ടും പിണച്ച തിരുമുഖ കമലം ദക്ഷിണേ ചാച്ചുവെച്ചും തൃക്കൈയിൽ കാഞ്ചനോടക്കുഴലുമത പിടിച്ചൂതി മന്ദം ഹസിച്ചും തക്കത്തിൽ പീലി ചൂടി കരിമുകിൽ വടിവും പൂണ്ട നിൽക്കും മുകുന്ദൻ നൽ കാരുണ്യേന നിത്യം മമഹൃതി കളിയാടിയിടുവാൻ കൈതൊഴും നീൻ. വേണുഗോപാല സ്വരൂപത്തിൽ ഭഗവാനാവും. ചിലർക്ക് അങ്ങനെയൊന്നുമില്ല. ആ കാലമൊക്കെ ഇങ്ങനെ മുട്ടുകുത്തിയിട്ട് ആ കുഞ്ഞിക്കൈയിൽ വെണ്ണയൊക്കെ ഇങ്ങനെ പിടിച്ച് ഉണ്ണിക്കാൽ മുട്ടുകുത്തിട്ടഴകൊടു ഭുവനേ മെല്ലെ മെല്ലെന്നു ചെമ്മേ ഉണ്ണിക്കയ്യൂന്നി നിന്നിട്ടതിമധുരതരം മന്ദഹാസം പൊഴിച്ചും ഉണ്ണിക്കിണ്ണത്തിൽ നിന്നും വിരവിനോടു നറും വെണ്ണയുണ്ണാൻ കൊതിക്കും ഉണ്ണിക്കണ്ണൻ്റെ രൂപം മമ മനസ്സിൽ സദാകാലവും തോന്നിടേണം. ചെറുക്ക് തോന്നേ ആവില്ല. അവിടെ നോക്കുമ്പോ മിന്നും പൊന്നിൻ കിരീടം തരിവള കടകം കാഞ്ചി പൂഞ്ചേലമാല ധന്യശ്രീവത്സൽ കൗസ്തുഭമിടകലരും ചാരുദോരം ധാരാളം ശംഖം ചക്രം ഗദാ പങ്കജം ഇവ വിലസും 4 തൃക്കൈകളോടെ സങ്കീർണ ശ്യാമവർണം ഹരിവപുരമലം പൂരയേൻ മംഗലം വാ ഗുരുവായൂരപ്പ. നോക്കൂ, എത്ര ആളുകളുണ്ടോ അവരുടെ ഒക്കെ ഉള്ളിൽ അത്രയും സ്വരൂപങ്ങളിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടണു, അല്ലേ? ഭഗവാന്റെ അവതാരം എത്ര ചോദിച്ചാൽ എളുപ്പത്തിൽ നമ്മൾ 10 എന്നൊക്കെ പറഞ്ഞു വയ്ക്കും. മത്സ്യം, കൂർമ്മം, വരാഹം. ചിലർ പറയും അതല്ല, ഭാഗവത്തിൽ പറയുന്നുണ്ട് 24 അവതാരം എണ്ണി എണ്ണി പറയും, അല്ലേ? ആ 24 അവതാരമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ശ്രീശുക ബ്രഹ്മർഷി പറയും അവതാരോ ഹ്യസംഖ്യേയ. എന്താ അർത്ഥം? ഇങ്ങനെ 10 എന്നോ
24 എന്നൊന്നും ഭഗവാന്റെ അവതാരങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റില്ല. അവതാരോ ഹ്യസംഖ്യേയ, എണ്ണമറ്റത്രയും അവതാരങ്ങൾ ഭഗവാന്റേതായിട്ടുണ്ട് അല്ലേ. രജസ്വലയായി ഏകവസ്ത്രവും ധരിച്ച് ഇരുന്ന പാഞ്ചാലിയെ നിറഞ്ഞ രാജസദസ്സിൽ വെച്ച് ആ വസ്ത്രമൊക്കെ അഴിച്ച് എറിഞ്ഞ് പറിച്ച് കളഞ്ഞ് അപമാനിക്കാൻ ശ്രമിച്ചപ്പോൾ ഭഗവാന്റെ ഒരു അവതാരം ഉണ്ടായില്ലേ? എന്താ അത് അവതാരം? പൂഞ്ചേല അവതാരം. വസ്ത്രമായിട്ടാണ് ഭഗവാൻ അവതരിച്ചത് അല്ലേ. പാഞ്ചാലി വേദന പൂണ്ടു വിളിച്ചപ്പോൾ പൂഞ്ചേല നൽകുവാൻ ഓടിയില്ലേ. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. കാരുണ്യവാരിധേ, 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 കാരുണ്യാബ്ധേ. നോക്കൂ, അപ്പൊ എത്ര 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 അവതാരങ്ങളാണ് ഭഗവാന്റേത് എന്നത് പറയാൻ സാധിക്കില്ല. ഈ അവതാരങ്ങളൊക്കെ അടങ്ങുന്ന അല്ലെ, ഓരോ അവതാരത്തിനും ഓരോ രൂപമാണ്. നരസിംഹരൂപം മനസ്സിലൊന്ന് സങ്കല്പിച്ചു നോക്കൂ, പേടിയാവും ഓർക്കുമ്പോ തന്നെ. ഉഗ്രം വീരം അല്ലേ, ഉഗ്രമായ വീരസ്വരൂപത്തോട് കൂടിയിട്ട്. മത്സ്യാവതാരത്തെ ഓർത്തു നോക്കൂ, പരശുരാമ അവതാരത്തെ നോക്കൂ, രാമാവതാരം, കൃഷ്ണാവതാരം തുടങ്ങി ഭഗവാന്റെ ഏത് അവതാരങ്ങൾ എടുത്താലും പല രൂപങ്ങളാണ്, പല ഭാവങ്ങളാണ്, പല നാമങ്ങളും ആണ്. അപ്പോൾ ഏത് രൂപത്തിലെടുത്താലും, ഏത് കാലത്തിലെടുത്താലും, ഏത് നാമത്തിലെടുത്താലും അതൊക്കെ ഭഗവത് സ്വരൂപങ്ങളാണ്, ഭഗവത് ഗുണങ്ങളാണ്. അത്തരം അവതാര സ്വരൂപങ്ങളെ ആരാധിക്കുന്ന ക്രമമാണ് സഗുണ ആരാധന അല്ലേ. ആരാധനയ്ക്ക് 2 രീതി പറയില്ലേ, നിർഗുണ ആരാധന, സഗുണ ആരാധന. ഈ നിർഗുണ ആരാധന എന്ന് പറഞ്ഞാൽ എന്താ? പേരില്ലാത്ത, രൂപമില്ലാത്ത, കാലമില്ലാത്ത, ദേശമില്ലാത്ത ഈശ്വര ശക്തിയെ സങ്കല്പിക്കുക. അങ്ങനെയൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. രൂപമില്ലാത്ത, നാമമില്ലാത്ത, ഇന്ന കാലത്തല്ലാത്ത, ഇന്ന ദേശത്തൊതുങ്ങാത്ത, പെട്ടെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് നിർഗുണ ഉപാസന എല്ലാവർക്കും എളുപ്പമല്ല. അതുകൊണ്ട് എല്ലാവർക്കും എളുപ്പമായ സഗുണ ഉപാസന, ഭഗവത് സ്വരൂപത്തെ നാരായണീയത്തിലൊക്കെ ഭംഗിയായിട്ട് പറഞ്ഞില്ലേ, സൂര്യസ്പർദ്ധി കിരീടം ഊർധ്വതിലകം എന്ന് പറഞ്ഞ് ഭഗവാനെ മുഴുവൻ അപാദ ചൂടം വർണ്ണിക്കും. ഇതൊക്കെ സഗുണ ഉപാസനയാണ്. ഇപ്പൊ സഗുണ ഉപാസനയിൽ ഭഗവാന്റെ സ്വരൂപത്തെ, അംഗങ്ങളെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിഷയത്തിലേക്ക് നമ്മൾ വരണു. ആദ്യം ചർച്ച ചെയ്യാനുള്ളത് വിഭൂതി വിസ്തര യോഗം. വിഭൂതികൾ, ഭഗവാന്റെ വിഭൂതികളുടെ വർണ്ണന. ഭാഗവത ഗ്രന്ഥം കയ്യിലുള്ളവർക്കൊന്ന് മറിച്ചു നോക്കാം. 16-ാമത്തെ അധ്യായം 5-ാമത്തെ ശ്ലോകം. യാ കാശ്ച ഭൂമൗ ദിവി വൈരസായാം വിഭൂതയോ ദിക്ഷു മഹാവിഭൂതേ താമഹ്യമാക്യാഹനുഭാവിതാസ്തേ നമാമി തേ തീർത്ഥപദാംഘ്രിപത്മം. ഉദ്ധവര് ചോദിക്കണു. ഏകാദശ സ്കന്ധത്തിൻ്റെ ഒരു ഘടന ഇതിനു മുമ്പുള്ള ആചാര്യന്മാർ വിശദീകരിച്ചു. 21ഓളം ചോദ്യങ്ങളാണ് ഏകാദശ സ്കന്ധത്തിലുള്ളത്. അതിൽ 10ാമതായിട്ട് ഉദ്ധവര് ചോദിക്കണ ചോദ്യമാണ്, ഭഗവാനെ അവിടുത്തെ വിഭൂതികൾ എങ്ങനെയൊക്കെയാണ്? താമഹ്യമാക്യാഹനുഭാവിതാസ്തേ നമാമി തേ തീർത്ഥപദാംഘ്രിപത്മം. അവിടുത്തെ പാദങ്ങളെ നമസ്കരിച്ചടേയും ചോദിക്കട്ടെ, അവിടുത്തെ വിഭൂതികളൊക്കെ എന്താ? വളരെ രസകരമായി തോന്നും. ഭഗവത്ഗീതയിലും 10ാമത്തെ അധ്യായത്തിൽ ഭഗവാന്റെ വിഭൂതികളെ വർണ്ണിക്കണു. ഇവിടെ ഉദ്ധവര് 10ാമത്തെ ചോദ്യത്തിൽ ഭഗവത് വിഭൂതികളെ കുറിച്ച് ചോദിക്കും. ഭഗവാന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലേ, അഹമേവാസമേവാഗ്രേ ന അന്യൽ. ചതുശ്ലോകി ഭാഗവതം എന്ന പേരിൽ നമ്മളൊക്കെ നിരന്തരം ഉപാസിക്കുന്ന ശ്രീമദ് ഭാഗവതത്തിനെ കാച്ചിക്കുറുക്കിയെടുത്ത ആ അമൃത് 4 ശ്ലോകം. അതിലാദ്യം പറഞ്ഞു അഹമേവാഗ്രേ. അഹം അല്ലെ, അഗ്രേ ആസീത്, ഞാൻ മാത്രമാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. പിന്നെയോ യോ അവശിഷ്യതേ സോസ്മി അഹം. അപ്പോൾ ആദിയിലുണ്ടായതും ഞാനാണ്,
അവശിഷ്യതേ സോസ്മ്യഹം, അവസാനം അവശേഷിക്കുന്നതും ഞാൻ തന്നെയാണ്. ഏതുപോലെ പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യത്തെ. അതും പൂർണ്ണം ഇതും പൂർണ്ണം, പൂർണ്ണം പൂർണ്ണത്തിൽ നിന്നു താൻ. അപ്പൊ പൂർണ്ണത്തിൽ നിന്ന് തുടങ്ങി പൂർണ്ണത്തിലൂടെ സഞ്ചരിച്ച് പൂർണ്ണത്തെ മുഴുവൻ മാറ്റിവെച്ചാലും പൂർണ്ണം അവസാനിക്കുന്നു. തന്നെയാണ് ചതുശ്ലോകി ഭാഗവത്തിലെ ആദ്യത്തെ ശ്ലോകം. ഞാനാണ് ആദ്യമുണ്ടായിരുന്നത്, അവസാനമുള്ളതും ഞാൻ തന്നെയാണ്. ആദ്യം മധ്യം ച അന്തം ച, തുടക്കവും ഒടുക്കവും അല്ലേ, എല്ലാം ഞാൻ തന്നെയാണ്. അപ്പൊ ഭഗവാൻ ആദ്യം പറയണു, ഈ കാണുന്നതും കാണാത്തതും ഒക്കെ ഞാൻ തന്നെയാണ്. ഈശാവാസ്യ ഉപനിഷത്തിലെ ആദ്യത്തെ മന്ത്രം ഈശാവാസ്യം ഇദം സർവം. ദേവീ ഭാഗവതത്തിലെ ഇതേ അമ്മ പറഞ്ഞു തന്നു, എന്താ? സർവം ഖല്യുതം ഏവാഹം ന അന്യതസ്തി സനാതനം. ഞാനല്ലാണ്ട മറ്റൊന്നും ഇവിടെ ഇല്ല. എത്ര 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 സൂക്തങ്ങളിലൂടെ ഇത് ഉറപ്പിച്ചു തന്നു നോക്കൂ. നാരായണ സൂക്തത്തിലൊക്കെ പറഞ്ഞില്ലേ, യത്ത കിഞ്ചിൽ ജഗൽ സർവം ശ്രൂയത്തെ ദൃശ്യത്തെ പിവ അന്തർബഹിഷ്യതൽ സർവം വ്യാപ്യ നാരായണ സ്ഥിത. യത്ത കിഞ്ചിൽ ജഗൽ സർവം ശ്രൂയത്തെ ദൃശ്യത്തെ പിവ. ഈ കാണുന്ന ജഗത്തിലൊക്കെ കണ്ടതും കേട്ടതായിട്ട് എന്തൊക്കെയുണ്ടോ, അന്തർബഹിഷ്ഠതൽ സർവം വ്യാപ്യ നാരായണ സ്ഥിത. അതിൻ്റെ ഒക്കെ അകത്തും പുറത്തും ഒരുപോലെ വ്യാപിച്ചിരിക്കുന്ന ശക്തിവിശേഷമാണ് നാരായണൻ, വിഷ്ണു. വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താ? വിഷ്ണു വ്യാപനശീലത്വാത്, വ്യാപനശീലമുള്ളയാള് എന്നാണ്. അപ്പൊ എല്ലാറ്റിൻ്റെയും അകത്തും പുറത്തും ഒരുപോലെ വിളങ്ങുന്ന ശക്തിവിശേഷമാണ് ഭഗവാൻ. അതുകൊണ്ടല്ലേ പ്രഹ്ലാദകുമാരനോട് ഹിരണ്യകശിപു ഒരു ചോദ്യം ചോദിച്ചില്ലേ? എന്താ ചോദിച്ചത്? നിനക്ക് ഈ ബലമൊക്കെ നൽകുന്ന ആ വിഷ്ണു, ആ നാരായണൻ, ആ ഭഗവാൻ എവിടെയാണ് ഉള്ളത്? ചോദ്യം ശ്രദ്ധിക്കണേ. അച്ഛൻ എന്താ ചോദിച്ചത്? ഭഗവാൻ എവിടെയാണ് ഉള്ളത്? പ്രഹ്ലാദകുമാരൻ പറഞ്ഞു, അച്ഛാ ചോദ്യം തെറ്റി. അച്ഛൻ്റെ ചോദ്യം തന്നെ തെറ്റിപ്പോയി. അച്ഛൻ എന്ത് ചോദിക്കണമായിരുന്നു? ഭഗവാൻ എവിടെയാണ് ഉള്ളത് എന്നല്ല ചോദിക്കേണ്ടത്. പിന്നെയോ ഭഗവാൻ എവിടെയാണ് ഇല്ലാത്തത് എന്ന് ചോദിക്കൂ. ചോദ്യം തെറ്റിപ്പോയി. ഭഗവാൻ എവിടെയാണില്ലാത്തത്? സ്ഥലേ വിഷ്ണു ജലേ വിഷ്ണു വിഷ്ണു ആകാശമുച്യത്തെ സ്ഥാവരം ജംഗമം വിഷ്ണു സർവം വിഷ്ണുമയം ജഗൽ. സ്ഥലേ വിഷ്ണു ജലേ വിഷ്ണു വിഷ്ണു ആകാശം ഉച്യത്തെ സ്ഥാവരം ജംഗമം വിഷ്ണു സർവം വിഷ്ണുമയം ജഗൽ. എല്ലാം വിഷ്ണുമയം ജഗൽ. ഈ ലോകം മുഴുവൻ വിഷ്ണുമയമാണ്. ജഗൽ എന്നാ പറഞ്ഞത് അല്ലേ? എന്താ ജഗത്ത് എന്ന് പറഞ്ഞാൽ? ലോകം. നമ്മൾ മനസ്സിലാക്കിയത് ആ ജഗത്ത് എന്ന് പറയുന്ന അക്ഷരത്തെ ഒന്ന് പഠിച്ചു നോക്കൂ. ജാ ഗാ ത, മൂന്നക്ഷര. ജായത്തെ ജനിക്കുന്നു, തിഷ്ഠതി നിലനിൽക്കുന്നു, ഗച്ഛതേ അതില്ലാതെയാകുന്നു. അപ്പോ ഉണ്ടാകുന്നു, നിലനിൽക്കുന്നു, ഇല്ലാതെയാകുന്നു. അതാണ് ജഗത്ത് എന്ന വാക്കിന്റെ തന്നെ അർത്ഥം. സൃജത്യവത്യത്തി, സൃജതി അവധി അത്തി അല്ലേ? ഇതിന്റെ ഒക്കെ പുറകിൽ ആരാ? ഉലക സൃഷ്ടിച്ച് ഭരിച്ചു സംഹരിച്ചിളകുന്ന ചില്ലിയുകള ഭംഗിയും. ഉലക സൃഷ്ടിച്ച് ഭരിച്ച് സംഹരിച്ചു കൊണ്ടിരിക്കുന്ന, സകലത്തെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആ ഭഗവാൻ. അപ്പൊ നോക്കൂ, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് ഭഗവാനാണ്. ഭഗവാൻ പറയണു, പക്ഷേ അങ്ങ് ചോദിച്ച സ്ഥിതിക്ക് ഞാൻ എൻ്റെ വിഭൂതികളെ കുറിച്ച് പറയാം. ഇപ്പൊ നമ്മളൊക്കെ രത്നം എന്നൊരു വാക്ക് പറയാറുണ്ട് ഇല്ലേ? രത്നം കേട്ടിട്ടുണ്ടാവും. അവാർഡുകള്, ബഹുമതികള്, കീർത്തിമുദ്രകളൊക്കെ കൊടുക്കും രത്നം എന്ന പദം വെച്ചിട്ട്. ഇപ്പൊ മഹിളാരത്നം എന്താ വാക്കിന്റെ അർത്ഥം? മഹിളകളിൽ വെച്ച് രത്നമായത് പുരുഷരത്നം.
പുരുഷരത്നമീ ബാഹുകനോ, കേശിനിയുടെ പ്രസിദ്ധമായ പദത്തില്. ഇപ്പൊ പുരുഷന്മാരിലെ രത്നം പുരുഷരത്നം, പണ്ഡിതരത്നം, പാചകരത്നം, വാചകരത്നം, പല രത്നങ്ങളും ഉണ്ട്. രത്നം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? ജാതൗ ജാതോ യത് ഉത്കൃഷ്ടം രത്നമിത്യഭിധീയതേ. ഓരോ വിഭാഗത്തിലും ജാതൗ ജാതോ യത് ഉത്കൃഷ്ടം, ഓരോ വിഭാഗത്തിലും ഏറ്റവും ഉന്നതമായത്, ഏറ്റവും ഉത്കൃഷ്ടമായത് എന്തോ അതിനെയാണ് രത്നം എന്ന് പറയുക. അപ്പൊ ഓരോ വിഭാഗത്തിലും ഏറ്റവും ഉയർന്നതിനെ, ഉത്കൃഷ്ടമായതിനെ രത്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മറ്റുള്ളതൊക്കെ മോശമാണ് എന്നല്ല, മറിച്ച് ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം സാമ്പാറാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മറ്റ് കറികളൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്നല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം സാമ്പാറാണ് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മറ്റു കറികളൊക്കെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ കൂടുതൽ ഇഷ്ടം എന്നതുപോലെ തൻ്റെ വിഭൂതികളെ കുറിച്ച് പറയുമ്പോൾ ഭഗവാൻ പറയുന്നു, ഓരോ വിഭാഗത്തിലും ഏറ്റവും ഉത്കൃഷ്ടമായത് ഞാനാണ്. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണേ. ഓരോന്നിലും ഏറ്റവും ഉത്കൃഷ്ടമായത് ഞാനാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആ വിഭാഗത്തിൽ പെട്ടതൊക്കെ ഞാൻ തന്നെയാണ്. അങ്ങനെ ഭഗവാൻ പറഞ്ഞു തുടങ്ങുന്നു, അക്ഷരാണാം അകാരോസ്മി. അക്ഷരങ്ങളിൽ ഞാൻ അകാരമാണ്. ധാതുനാമസ്മി കാഞ്ചനം. ധാതുക്കളിൽ, ലോഹങ്ങളിൽ വെച്ച് ഞാൻ ആരാ? കാഞ്ചനം, സ്വർണമാണ്. ഈ വരികളാണ് ജ്വല്ലറിക്കാർ അടിച്ചു മാറ്റിയത്. ഇനിയിപ്പോൾ കാണും, 1-2 ആഴ്ച കഴിഞ്ഞാൽ മതി, മെയ് മാസങ്ങൾ തുടങ്ങിയാൽ, വൈശാഖം തുടങ്ങിയാൽ അക്ഷയതൃതീയ അല്ലേ, പരസ്യം വരികയായി. അതിനടിയിൽ എഴുതി വെക്കും, ഈ ദിവസം നിങ്ങൾ എന്ത് ചെയ്തോളൂ? എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് സ്വർണം വാങ്ങിച്ചോളൂ, നിങ്ങൾക്ക് സമ്പാദ്യം ഇഷ്ടം പോലെ ഉണ്ടാവും അല്ലേ. ഈ വരി കോട്ട് ചെയ്യും. എന്ത്? ധാതുനാമസ്മി കാഞ്ചനം. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ലോഹങ്ങളിൽ വെച്ച് ഞാൻ സ്വർണമാകുന്നു. ഇത് കേൾക്കേണ്ട താമസം ഓടി ഭഗവാനെ വാങ്ങിച്ചു കൊണ്ടുവരല്ലേ. അക്ഷയതൃതീയയുടെ അന്ന് ഇല്ലാത്ത പണമൊക്കെ കടം വാങ്ങി പോയിട്ട് നോക്കൂ. അപ്പോൾ ഓരോ വിഭാഗങ്ങളിലും ഞാനാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ദേവർഷീണാം ച നാരദ. ദേവർഷിമാരിൽ ഞാൻ നാരദ മഹർഷിയാണ്. രാജാക്കന്മാരിൽ വെച്ച് ഞാൻ സ്വയംഭൂമനുവാണ്. മഹർഷിമാരിൽ വെച്ച് ഞാൻ ഭൃഗു മഹർഷിയാണ്. ധേനുക്കളിൽ വെച്ച്, ഗോക്കളിൽ വെച്ച് ഞാൻ കാമധേനുവാണ്. അസുരന്മാരിൽ വെച്ച് ഞാൻ പ്രഹ്ലാദനാണ്. നാസ്തി തേഷു ജാതി വിദ്യ കുല ധന ക്രിയാദിഭേദ. അസുരന്മാരിൽ വെച്ച് പ്രഹ്ലാദനാണ്. അസുരനായി എന്നതുകൊണ്ട് അവൻ ഭക്തനല്ലാതിരിക്കുന്നില്ല. നാസ്തി തേഷു ജാതി വിദ്യ കുല ധന ക്രിയാദിഭേദ. ജാതിയോ വിദ്യയോ കുലമോ പാണ്ഡിത്യമോ സൗന്ദര്യമോ ആരോഗ്യമോ സ്വാധീനമോ അറിവോ ഒന്നും ഭഗവാന് മുന്നിൽ അല്ലെങ്കിൽ ഭഗവാനെ ലഭിക്കാൻ തടസ്സമല്ല. അപ്പൊ അസുരന്മാരിൽ വെച്ച് ഞാൻ പ്രഹ്ലാദനാണ്. പക്ഷികളിൽ വെച്ച് ഞാൻ സാക്ഷാൽ ഗരുഡ ഭഗവാനാണ്. ഓരോന്നായിട്ട് എടുത്തെടുത്തെടുത്ത് പറയും. ആകാരമാണക്ഷരത്തിൽ ഓങ്കാരമാം മന്ത്രങ്ങളിൽ രാജാക്കളിൽ സ്വയംഭൂവാമാനുവുമങ്ങ്. ഞാൻ ഒറ്റയ്ക്ക് ചൊല്ലണം, എല്ലാവരും കൂടി ചൊല്ലാം. നാരായണ 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 രാധാ ഗോവിന്ദ. ആകാരമാണക്ഷരത്തിൽ ഓങ്കാരമാം മന്ത്രങ്ങളിൽ രാജാക്കളിൽ സ്വയംഭൂവാമാനുവുമങ്ങ്. നാരായണ 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 രാധാ ഗോവിന്ദ. മഹർഷിമാരുള്ളവരിൽ ഭൃഗുവും ശ്രീനാരദനും ധേനുക്കളിൽ വെച്ച് കാമധേനുവുമങ്ങ്. നാരായണ നാരായണ നാരായണ
നാരായണ നാരായണ രാധാ ഗോവിന്ദ. ആസൂരരിൽ പ്രഹ്ലാദനും പക്ഷികളിൽ ഗരുഡനും സർപ്പങ്ങളിൽ ആനന്ദനും അങ്ങുതാനല്ലോ. നാരായണ 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 രാധാ ഗോവിന്ദ. സിദ്ധന്മാരിൽ കപിലനും വീരന്മാരിൽ അർജുനനും വ്യാസന്മാരിൽ കൃഷ്ണദ്വൈപായനനും അങ്ങ്. നാരായണ 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 രാധാ ഗോവിന്ദ. കല്ലുകളിൽ മാണിക്യവും ലോഹങ്ങളിൽ കാഞ്ചനവും ഒളി തൂകും താരങ്ങളും ചന്ദ്രനും അങ്ങ്. നാരായണ നാരായണ രാധാ ഗോവിന്ദ. വ്രതങ്ങളിൽ അഹിംസയും നദികളിൽ ഗംഗയാറും ഭക്തന്മാരിൽ ഉദ്ധവരെ അങ്ങും ഞാൻ തന്നെ. നാരായണ 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 രാധാ ഗോവിന്ദ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നോക്കൂ, ഓരോ വിഭാഗങ്ങളിലും ആകാരമാണക്ഷരത്തിൽ, ഓംകാരമാം മന്ത്രങ്ങളിൽ വെച്ച് പ്രണവമന്ത്രം ഞാനാണ്. അക്ഷരങ്ങളിൽ വെച്ച് അക്ഷരാണാം അകാരോസ്മി, അകാരം ഞാനാണ്. രാജാക്കന്മാരിൽ വെച്ചിട്ടോ സ്വയംഭൂവാം മനുവും, സ്വയംഭൂ മനു ഞാൻ തന്നെയാണ്. മഹർഷിമാരുള്ളവരിൽ ഭൃഗുവും ശ്രീനാരദനും വ്യാസന്മാരിൽ കൃഷ്ണദ്വൈപായനനും അങ്ങ്. ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് ഉദ്ധവർ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണല്ലേ, ഉദ്ധവരോട് പറഞ്ഞു കൊടുക്കണു. അങ്ങനെ പറഞ്ഞ് ഭഗവാൻ ഇങ്ങനെ അവസാനം പറഞ്ഞു, വ്രതങ്ങളിൽ അഹിംസയും നദികളിൽ ഗംഗയാറും ഭക്തന്മാരിൽ. അപ്പൊ ഉദ്ധവര് കാതു കൂർപ്പിച്ചു. ഇനി ആരുടെ പേരാവും പറയാ അല്ലേ? ബാക്കിയൊക്കെ വളരെ ശരിയാ. നദികളിൽ ഗംഗയാണ്, ധാതുരാമസ്മി കാഞ്ചന, ലോഹങ്ങളിൽ സ്വർണ്ണാണ്, അതൊക്കെ ശരിയാ. വൃക്ഷങ്ങളിൽ അശ്വത്ഥ വൃക്ഷമാണ്, ഒക്കെ പറഞ്ഞു. ഭക്തന്മാരിൽ നിന്ന് കേട്ടപ്പോ ഒന്ന് കാതു കൂർപ്പിച്ചു. ആരുടെ പേരാവും പറയാ? ഭഗവാൻ പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് പലതവണ, ഉദ്ധവരെ അഭിമന്യൂനാം, അങ്ങ് എന്നെക്കാളും ഒട്ടും കുറവുള്ള ആളല്ല. ഉദ്ധവോ ബുദ്ധിമത്തമാ, ബുദ്ധി കൊണ്ട് എന്നെക്കാളും മേലെയാണ് അങ്ങ് എന്നൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഭക്തന്മാരിൽ കതു കൂർപ്പിച്ച ഭഗവാൻ പറഞ്ഞു, ഉദ്ധവരെ അങ്ങും ഞാൻ തന്നെ. അപ്പൊ അങ്ങും ഞാൻ തന്നെ, ഇതാണ് തത്വമസി. ഇത് എത്രയേ ഉള്ളൂ. പദാർത്ഥത്താചാര്യം പറഞ്ഞില്ലേ, ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. തത്വമസി, ഭക്തനും ഭഗവാനും ഒന്നാകുന്ന കാഴ്ച നമ്മൾ അനുസ്മരിച്ചു കഴിഞ്ഞില്ലേ. ആ സുധാമാവ് അവിൽക്കിഴിയുമായി ചെന്നപ്പോൾ ഭഗവാൻ എന്നെ കെട്ടിപ്പിടിക്കുന്ന ഒരു രംഗം നമ്മൾ കാണും അല്ലേ? എന്താ? ഭക്തനും ഭഗവാനും ഒന്നായിത്തീരുന്ന അത്ഭുതമായിട്ടുള്ള ഒരു രംഗമാണ് തത്വമസിയുടെ വ്യാഖ്യാനത്തെ പ്രായോഗികമായിട്ട് കാണിച്ചു തരുന്നു. ഇപ്പൊ ചുരുക്കത്തിൽ ഈ കാണുന്നതെല്ലാം ഈശ്വരാംശം തന്നെ. ഈ വിഭൂതി യോഗമൊക്കെ കേൾക്കണത്, അല്ലെങ്കിൽ വിഭൂതി യോഗമൊക്കെ പഠിക്കണത്, ഭഗവാന്റെ വിഭൂതികളൊക്കെ ആരാധിക്കണത് എന്തിനാ വാസ്തവത്തിൽ? ഇപ്പൊ ഇന്ന് ഈ പ്രഭാഷണമൊക്കെ കേട്ട് പുറത്തിറങ്ങുമ്പോൾ
ചിലത് കാണുമ്പോൾ നമുക്ക് ഒരു അരയാൽ വൃക്ഷത്തെ കാണുമ്പോൾ തോന്നും, ഓ ഇന്ന് വിഭൂതി വിസ്തര യോഗത്തിൽ കേട്ടതാ, വൃക്ഷങ്ങളിൽ വെച്ച് അശ്വത്ഥ വൃക്ഷം അരയാലങ്ങാണ്. ഗംഗാനദി കാണുമ്പോൾ, ഗംഗാനദിയെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ വരും, ഓ നദികളിൽ വെച്ച് ഗംഗ ഭഗവാനാണ്. അപ്പോൾ ആദ്യമൊക്കെ ശ്രദ്ധിക്കണേ, ആദ്യമൊക്കെ പല ദിക്കിലും, ആദ്യമൊക്കെ ചില വസ്തുക്കളിൽ മാത്രം ഈശ്വര ചൈതന്യത്തെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ പിന്നെ എന്താവുമെന്നറിയോ, എവിടെ വെള്ളം കണ്ടാലും അതൊക്കെ നമുക്ക് എന്തായി തോന്നും? ഗംഗാനദിയായിട്ട് തോന്നും. എവിടെ ഏത് വൃക്ഷത്തെ കണ്ടാലും അതൊക്കെ അരയാൽ വൃക്ഷമായിട്ട് നമുക്ക് തോന്നും. ആ അവസ്ഥയിലേക്ക് എത്താനാണ് വിഭൂതി യോഗം. ഈ പാക്കനാരുടെ ഒരു കഥ പറയൂട്ടോ. കുറേ ബ്രാഹ്മണര് ഗംഗയില്, കാശിയില് സ്നാനത്തിന് വേണ്ടി പോവാ. പാക്കനാരെ കണ്ടപ്പോൾ അവർ ചോദിച്ചു, പാക്കനാര് കൂടെ പോരണോ എന്ന് ചോദിച്ചു നിങ്ങളൊക്കെ എവിടേക്കാ പോണത്? ഞങ്ങൾ ഗംഗാ സ്നാനത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. പാക്കനാര് പറഞ്ഞു, വളരെ സന്തോഷം, മഹാഭാഗ്യം. ആട്ടെ, എനിക്കിപ്പോൾ അതിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യമില്ല. പക്ഷെ ഒരു കാര്യം ചെയ്യണം. എന്താ അത്? ഞാൻ എപ്പോഴും കൊണ്ട് നടക്കുന്നതാണ് ഈ ഒരു ഊന്നുവടി. തൻ്റെ കയ്യിൽ മുള കൊണ്ടുണ്ടാക്കിയൊരു മുളവടിയുണ്ട്. ഇത് ആ സന്യാസിമാരെ ഏൽപ്പിച്ചു, നിങ്ങളെ എനിക്ക് വേണ്ടി ഈ മുളവടി ആ ഗംഗാനദിയിൽ ഒന്ന് മുക്കി കൊണ്ടുവരിക. അപ്പോൾ അതാ മഹാകുംഭമേള കഴിഞ്ഞപ്പോൾ പോകാൻ പറ്റാത്ത പലരും ഇതുപോലെ പലതും കൊടുത്തയച്ചതും അവിടെ മുക്കിയിട്ട് കൊണ്ടുവരുമോ അല്ലേ, നമ്മുടെ ഒരു സന്തോഷം. അതുപോലെ പാക്കനാര് തൻ്റെ സന്തത സഹചാരിയായ ഈ ഊന്നുവടി സന്യാസിമാരെ ഏൽപ്പിച്ചു. അവർക്ക് ആദ്യം ഒരു എന്താ പറയുക, ഒരു പ്രയാസമൊക്കെ തോന്നി. അയ്യേ, ഒരു വടിയൊക്കെ കൊണ്ടുപോയിട്ട് ഗംഗയിൽ മുക്കിക്കൊണ്ടാട്ടെ, പാക്കനാര് പറഞ്ഞതല്ലേ, കൊണ്ടുപോയി. അങ്ങനെ ഗംഗാ സ്നാനത്തിന് വേണ്ടി ഇവരൊക്കെ മുങ്ങിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇവർ ഓർത്തത്, അയ്യോ പാക്കനാര് തന്നയച്ചുള്ള വടി മുക്കിയെടുത്തില്ലല്ലോ. വേഗം ആ വടി എടുത്ത് വീണ്ടും മുങ്ങി. പക്ഷെ നല്ല ഒഴുക്കുണ്ട് ഗംഗയിൽ. എന്താണെന്നറിയില്ല, ഈ വടി കയ്യിൽ നിന്ന് ഒഴുകിപ്പോയി. വലിയ വിഷമായി. ഇനിയിപ്പോൾ തിരിച്ചു വന്നാൽ എന്തു പറയും? എന്തായാലും നാട്ടിൽ തിരിച്ചെത്തി. പാക്കനാരെ ചെന്ന് കണ്ടു. അദ്ദേഹം ചോദിച്ചു, അല്ല ഞാനൊരു സാധനം തന്നയച്ചിരുന്നില്ലേ? അത് ഗംഗയിൽ മുക്കിക്കൊണ്ട്, എന്നിട്ട് അതെവിടെ? ഒരു വിഷമത്തോടു കൂടി പറഞ്ഞു, ഒന്നും തോന്നരുത്, വിഷമം തോന്നരുത്, ഞങ്ങളുടെ ഒരു അശ്രദ്ധ പറ്റിപ്പോയി. എന്താ, അറിയാതെ ആ അങ്ങ് തന്ന മുളവടി ആ ഗംഗയിൽ ഒഴുകിപ്പോയി, ദേഷ്യപ്പെടരുത്. പാക്കനാര് പറഞ്ഞു, എനിക്ക് ദേഷ്യമൊന്നുമില്ല, ആ വടി ഗംഗാനദിയിൽ തന്നെയാണോ ഒഴുകിപ്പോയത്? അതെ. എന്നാ വിഷമിക്കേണ്ട, ഇവിടെ വരൂ. എന്താ, അടുത്തൊരു പുഴ ഒഴുകുന്നുണ്ട്, എന്നാ അവിടെ ഉണ്ടാവും അത്. ഈ സന്യാസിമാരെയൊക്കെ കൂടി വീടിൻ്റെ അടുത്തുകൂടെ ഒഴുകുന്ന പുഴയുടെ വക്കത്തെത്തി ആ സ്നാനഘട്ടത്തിൽ ഇറങ്ങി. പാക്കനാര് പറഞ്ഞു, ഗംഗയിൽ പോയ എൻ്റെ വടി ഇങ്ങോട്ട് വേണം എനിക്ക് എന്ന് പറഞ്ഞപ്പോണ്ട് അത്രേ ആ വടി ഇങ്ങനെ ഒഴുകി വരണം. ആ വടി എടുത്തു. സന്യാസിമാരോട് പറഞ്ഞു, ഈ വടി തന്നെ അല്ലേ ഗംഗയിൽ പോയത്? അതെ. ഇപ്പൊ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? വേറെ ഒന്നുമല്ല, ആ ഗംഗ തന്നെയാണ്. ഇത് വിശാലമായ അർത്ഥമാണ്. ഇതിനാ വിഭൂതി യോഗം പഠിക്കണത് അല്ലേ? ഇപ്പൊ ദേവി മഹാത്മ്യമൊക്കെ പഠിക്കുമ്പോൾ നമ്മളത് ചൊല്ലുന്നൊരു വാക്കുണ്ട്, യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. അത് ചൊല്ലിയിട്ട് തലയിലെ തൊട്ട് വെച്ചാൽ പോരെ. എന്താ അർത്ഥം? ഏതൊരു ദേവിയാണോ മാതൃഭാവത്തിൽ സകല ജീവികളിലുമുള്ളത്, ആ മാതൃഭാവത്തെയാണ് ഞാനിവിടെ നമസ്കരിക്കണത്. അപ്പൊ നോക്കൂ, എല്ലാ അമ്മമാരെയും കാണുമ്പോൾ നമുക്ക് എങ്ങനെ തോന്നും? സ്വന്തം അമ്മയായിട്ട് തോന്നും. മനുഷ്യരിലെ അമ്മമാര് മാത്രമല്ല, മൃഗങ്ങളിലെ അമ്മമാരെ കണ്ടാലും ആ മാതൃഭാവം, പക്ഷികളിലെ അമ്മമാരെ കണ്ടാലും അതേ മാതൃഭാവം. നോക്കൂ, അപ്പോൾ ഒരു മാതൃഭാവത്തെ സകല അമ്മമാരിലേക്കും വ്യാപരിക്കുന്ന പ്രക്രിയയാണ് വിഭൂതി യോഗം. ഇതുപോലെ എല്ലാ പുഴവെള്ളത്തെയും എല്ലാ പുഴകളെയും ഗംഗാനദിയായി കാണുന്ന പോലെ, എല്ലാ സ്ത്രീകളെയും അമ്മമാരായി കാണുന്ന പോലെ, എല്ലാ വൃക്ഷങ്ങളെയും അശ്വത്ഥ വൃക്ഷമായി കാണുന്നത് പോലെ, എല്ലാ ലോഹത്തെയും സ്വർണമായി ബഹുമാനിക്കുന്ന പോലെ. ഇതാണ് വിഭൂതി വിസ്തരയോഗം കൊണ്ട് സാധിക്കണം. അല്ലാതെ സ്വർണ്ണങ്ങൾ അല്ല, ധാതുക്കൾ വെച്ച് സ്വർണം ഭഗവാനാണ്, അതുകൊണ്ട് സ്വർണം മാത്രം ഉപയോഗിക്കാവൂ, അങ്ങനെയല്ല. നേരത്തെ പറഞ്ഞില്ലേ, എല്ലായിടത്തും ഈശ്വര ചൈതന്യത്തെ ദർശിക്കാൻ കഴിയുക. അതുകൊണ്ടാണ് ആചാര്യന്മാർ പറഞ്ഞത്, പണ്ഡിതാഹ സമദർശിന സമം സർവേഷു ജന്തുഷു. എല്ലാവർക്കും എല്ലായിടത്തും ഒരുപോലെ.
അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥന എന്തായത്? എന്നെ രക്ഷിക്കട്ടെ എന്നല്ല, എനിക്ക് സുഖമുണ്ടാവട്ടെ എന്നല്ല, എൻ്റെ കുടുംബത്തിന് സൗഖ്യം ഉണ്ടാവട്ടെ എന്നല്ല, എൻ്റെ നാടിന് സുഖം ഉണ്ടാവട്ടെ അല്ല. അവിടുന്നൊക്കെ വിശാല നമ്മളെന്താ പ്രാർത്ഥിച്ചത്? സമസ്താലോക സുഖിനോ ഭവന്തു, അല്ലേ? എല്ലാവർക്കും, മനുഷ്യന് മാത്രമല്ല, ഓഷധയശാന്തി, വനസ്പതയശാന്തി, എല്ലാവർക്കും, സകല ജീവജാലങ്ങൾക്കും ശാന്തി ഉണ്ടാവട്ടെ. എന്താ കാരണം? ഇതെല്ലാം ഭഗവത് സ്വരൂപമാണ്. ഇത് മനസ്സിലാക്കാനാണ് വിഭൂതി വിസ്തര യോഗം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ വേണുഗാനത്തെ ഭാഗവതം വർണ്ണിക്കുമ്പോൾ ഒരു വാക്കുകൊണ്ടാ പ്രയോഗിക്കുക, സർവഭൂത മനോഹരം, അല്ലേ? എങ്ങനെയാണ് ആ വാക്ക്? സർവഭൂത മനോഹരം. എല്ലാവർക്കും ആ കീർത്തനത്തെ, ആ വേണുഗീതത്തെ മനോഹരമായി ആസ്വദിക്കാൻ പറ്റി. അപ്പോൾ എല്ലാവരും ആസ്വദിക്കുന്നതാണ് ഭഗവാന്റെ മുരളീനാദമെങ്കിൽ ഭഗവാനെ എല്ലാറ്റിലും കണ്ട് ആരാധിക്കലാണ് ഒരു ഭക്തന്റെ കടമ. അത് പറയാനാണ് 16-ാം അധ്യായത്തിലെ വിഭൂതി വിസ്തര യോഗം. അടുത്ത പ്രകരണം 2 പ്രകരണമാണെന്ന് ഈ പ്രഭാഷണത്തിൽ. ആദ്യ പ്രകരണം തൽക്കാലം അവിടെ അവസാനിപ്പിക്കുന്നു. വളരെ പെട്ടെന്ന് അടുത്ത പ്രകരണത്തിലേക്ക് പോകണം. 17-ഉം 18-ഉം അധ്യായം ചേർന്ന് നിൽക്കുന്ന വർണ്ണാശ്രമധർമ്മം. പലയിടത്തും ഭാഗവതം വർണ്ണാശ്രമധർമ്മങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ വളരെ പ്രകടമായി ചർച്ച ചെയ്യുന്നത് ഒന്ന് സപ്തമസ്കന്ധത്തിൻ്റെ അവസാനം, അല്ലേ? നരസിംഹാവതാര കഥയൊക്കെ പറഞ്ഞ് മഹാദേവന്റെ ത്രിപുരദഹനം കഥയൊക്കെ സൂചിപ്പിച്ച് പിന്നെ അവിടെ വർണ്ണാശ്രമധർമ്മങ്ങളൊക്കെ ചർച്ച ചെയ്യും. പിന്നീട് ഇവിടെ ഏകാദശത്തില് 17, 18 അധ്യായത്തിൽ വീണ്ടും വർണ്ണാശ്രമധർമ്മങ്ങളെ ചർച്ച ചെയ്യുന്നു. വർണ്ണം, ആശ്രമം, ധർമ്മം. ഒന്നും കൂടി വ്യക്തമാക്കിയാൽ വർണ്ണധർമ്മങ്ങൾ, ആശ്രമധർമ്മങ്ങൾ. അപ്പൊ ആദ്യം പഠിക്കേണ്ടത് എന്താണ് ധർമ്മം. ധർമ്മം 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 ഇടയ്ക്ക് നമ്മൾ പ്രയോഗിക്കുന്ന ഒരു വാക്കാണ്. ധർമ്മയേവ ഹതോഹന്തി ധർമ്മോ രക്ഷതി രക്ഷിതാഹ. ഇതൊക്കെ നമ്മൾ പറയും. എന്താ വാസ്തവത്തിൽ ഈ ധർമ്മം എന്ന് പറഞ്ഞ സാധനം? സ്വഭാവം എന്നൊക്കെ ലളിതമായിട്ട് വേണമെങ്കിൽ പറയാം. മനുഷ്യധർമ്മമാണത് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? മനുഷ്യന്റെ ഭാവമാണത്. ജന്തുധർമ്മമാണത്. എന്താ അർത്ഥം? ജന്തുവിന്റെ ധർമ്മമാണത്. അപ്പൊ ധർമ്മത്തിന് ലളിതമായി സ്വഭാവം എന്നൊക്കെ പറയാം. ജഗതസ്ഥിതി കാരണം പ്രാണിനാം സാക്ഷാൽ അഭ്യുദയ നിശ്രേയസ ഹേതുസ ധർമ്മ. ശങ്കരഭാഷ്യത്തിൽ പറയും, ലോകത്തിന് മുഴുവൻ ശ്രേയസ്സായിക്കൊണ്ട് ജഗത്തിന്റെ സ്ഥിതിക്കും സൃഷ്ടിക്കും ലയത്തിനും ഒക്കെ കാരണമായി അടിസ്ഥാനമായി നിൽക്കുന്നത് എന്തോ അതാണ് ധർമ്മം. ഈ ധർമ്മത്തെ സ്വാംശീകരിക്കാനായിട്ട് 3 വഴികൾ പറയും. ഒന്ന്, ഭഗവാൻ സ്വയം അരുളി ചെയ്തതായിരിക്കണ തത്വങ്ങൾ, ധർമ്മവാണികൾ. ഭഗവത്ഗീതയിലായാലും ഭാഗവതത്തിൽ വിശിഷ്യ ഏകാദശ സ്കന്ധത്തിലായാലും ഒക്കെ ധർമ്മവാണികൾ. 2, ഭഗവാൻ പറഞ്ഞതായ വാക്കുകളുടെ ഒക്കെ വ്യാഖ്യാനം, പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുക, വിസ്തരിക്കുക, വിശകലനം ചെയ്യുക. അത് 2ാമത്തെ വഴിയാണ്. 3, ആ നിർദ്ദേശിക്കപ്പെട്ട ധർമ്മത്തിൻ്റെ വഴിയിലെ സഞ്ചരിക്കുന്ന അനുഷ്ഠാനങ്ങൾ. ഇങ്ങനെ 3 രീതിയിലൂടെയാണ് ഈ ധർമ്മത്തെ സ്വാംശീകരിക്കാനും ആ ധർമ്മത്തെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാനും അനുസന്ധാനം ചെയ്യാനും ഒക്കെ സാധിക്കുക. ആ ധർമ്മത്തെ പിന്തുടരലാണ് എല്ലാ ആചരണങ്ങളുടെയും പഠനങ്ങളുടെയും ഒക്കെ ലക്ഷ്യം. അതുകൊണ്ടാണ് പലയിടങ്ങളായി പറഞ്ഞില്ലേ, സ്വധർമ്മേ നിധനം ശ്രേയഃ പരധർമ്മോ ഭയാപഹ. അവനവന്റെ ധർമ്മം ആചരിക്കലാണ് നമ്മുടെ ഏറ്റവും പ്രധാനമായ കർത്തവ്യം, കർമ്മം. ഞാൻ ഇതൊക്കെ വിട്ടിട്ട് ചെറിയൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ ജന്മം കൊണ്ട് നമ്മളൊക്കെ നേടിയെടുക്കേണ്ടത് എന്താ? ഇപ്പൊ മനുഷ്യനായിട്ട് ജനിച്ചു എന്നുള്ള വെപ്പ് അല്ലേ, കണ്ടാൽ മനുഷ്യനെ പോലെയൊക്കെ തോന്നുന്നുണ്ട് അല്ലേ? ഈ ഒരു ആയുസ് കൊണ്ട് ഇവിടെ ജനിച്ച് മരിക്കുന്നത് വരെ ജീവിക്കുമ്പോൾ എന്താണ് ഈ മനുഷ്യ ജന്മം കൊണ്ട് സാധിക്കേണ്ടത്? പോട്ടെ, ചോദ്യം ഞാനൊന്ന് ട്വിസ്റ്റ് ചെയ്യാം. എന്തിനാ അപ്പൊ ഭാഗവത സൂത്രം കേൾക്കാൻ വന്നിട്ടുള്ളത്?
എന്തിനാ ഭാഗവത സപ്താഹം കേൾക്കാൻ വരണത്? എന്തിനാ വൈക്കത്ത് പോയിട്ട് വടക്കും പുറത്തെ പാട്ട് പോയിട്ട് തൊഴണത്? എന്തിനാ? ഇതപ്പോൾ നമുക്കറിയാത്തത് എന്തിനാ ഇതൊക്കെ ചെയ്യണത് അല്ലേ? എന്തിനാ ചെയ്യണത്? അവനവൻ്റെ മനസ്സ് ശുദ്ധിയാവാൻ. അതാണ് ആത്യന്തികമായിട്ട് കേട്ടോ. മനസ്സ് ശുദ്ധിയാവാനാണ് എല്ലാ സൽക്കർമ്മങ്ങളും. പ്രഭാഷണം കേൾക്കണത്, ഭാഗവതം വായിക്കണത്, പൂജാദികൾ അനുഷ്ഠിക്കുന്നത്, ദാനധർമാദികൾ ചെയ്യണത്, വ്രതങ്ങൾ അനുഷ്ഠിക്കണത്, ഇതൊക്കെ എന്തിനാ? അവനവൻ്റെ മനസ്സൊന്ന് ശുദ്ധിയാക്കി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാ ഈ മനസ്സ് ശുദ്ധിയാക്കണത്? ശുദ്ധേ മനസി ഗോവിന്ദ സ്വയമേവ പ്രകാശതേ. ശുദ്ധമായ മനസ്സിലെ ഭഗവാൻ പ്രകാശിക്കും. അപ്പൊ മനസ്സ് എപ്പോഴാണ് ശുദ്ധമാവുക? മനസ്സ് എപ്പോഴാണ് അശുദ്ധമാവുക? അശുദ്ധം കാമസമ്പർക്കാത് ശുദ്ധം കാമവിവർജിതം. മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ വന്നാൽ മനസ്സ് അശുദ്ധമായി. മനസ്സ് എപ്പോൾ ശുദ്ധമാവും? കാമവിവർജിതം. ആഗ്രഹങ്ങളൊക്കെ ഒടുങ്ങിയ ഒരു മനസ്സായാൽ അലകൾ ഒടുങ്ങിയ കടല് പോലെയാവണം മനസ്സ് എന്ന. തിരകളില്ലാത്ത കടല് പോലെ. തിരകളില്ലാത്തൊരു കടല് സങ്കല്പിച്ചു നോക്കൂ. എന്തൊരു ശാന്തതയായിരിക്കും അല്ലേ? എന്തൊരു തെളിച്ചമായിരിക്കും, എന്തൊരു തണുപ്പായിരിക്കും. അത് മനസ്സിന് കിട്ടണം. അതിനാണ് ഇതൊക്കെ ചെയ്യണത്. അപ്പം മനസ്സ് ശുദ്ധിയാക്കാനുള്ള മാർഗങ്ങളാണ് കർമ്മങ്ങൾ, ഓരോ പ്രവൃത്തിയും. ഇപ്പൊ ഇത്തരത്തിൽ കർമ്മങ്ങൾ ചെയ്ത് മനസ്സ് ശുദ്ധിയാക്കാനുള്ള ഉപാധിയാണ് വർണ്ണാശ്രമധർമ്മങ്ങൾ. ആദ്യത്തെ യുഗം ഏതാണെന്നറിയോ? ആദ്യത്തെ യുഗമായിട്ട് പറയാ. ഇതിപ്പോ ഏതാമത്തെ യുഗ? 4-മത്തെയാണ്, കലിയുഗം. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു. ആദ്യത്തെ യുഗമായിട്ട് പറയാ സത്യയുഗം എന്ന് പറയും, അല്ലെങ്കിൽ കൃതയുഗം എന്നും പറയും അല്ലേ? ഈ സത്യയുഗത്തിന്റെ പ്രത്യേകത എന്താണെന്നത്രേ? അന്ന് എല്ലാവരുടെയും മനസ്സ് ഒരുപോലെ ശുദ്ധമായിരുന്നു. എല്ലാവരുടെയും മനസ്സ് ഒരുപോലെ ശുദ്ധമായിരുന്നു. അത് കഴിഞ്ഞ് യുഗധർമ്മങ്ങളൊക്കെ മാറി മാറി വന്നപ്പോൾ അതനുസരിച്ച് മനസ്സ് കൂടുതൽ 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 അശുദ്ധമാവാൻ തുടങ്ങി. ആ അശുദ്ധമായ മനസ്സിനെ വീണ്ടും ശുദ്ധീകരിക്കാനാണ് വർണ്ണാശ്രമധർമ്മങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടത്. 4 വർണ്ണവും 4 ആശ്രമവും ഓടിച്ചു പറയും, അതിനേ സമയം ഉണ്ടാവുള്ളൂ. 4 വർണ്ണവും 4 ആശ്രമവും. വർണ്ണം എന്ന് പറയുമ്പോൾ അത്ര ഒന്ന് മനസ്സിലാക്കുക. എന്തിനപ്പം ഈ 4 വർണ്ണവും 4 ആശ്രമവും പറഞ്ഞത്? ഒറ്റ വർണ്ണവും ഒരാശ്രമം മതിയായിരുന്നില്ലേ? അവിടെയാണ് നേരത്തെ പറഞ്ഞതുപോലെ എന്താ അത്? ഭിന്ന രുചിർഹി ലോക. ഓരോരുത്തരുടെയും രുചികൾ, അഭിഭാവങ്ങൾ, അഭിരുചികൾ ഒക്കെ വ്യത്യസ്തങ്ങളാണ്. ഞാൻ ഒന്നും പറയുന്നില്ല. അപ്പൊ ഇവിടെ ഇത്രയും അമ്മമാരിയ്ക്കുന്നുണ്ടല്ലോ. ഈ പ്രഭാഷണം കഴിഞ്ഞിട്ട്, ഇപ്പം വേണ്ട കേട്ടോ, പ്രഭാഷണം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോൾ തമ്മിലൊന്ന് നോക്കുക. എന്താ നോക്കേണ്ടതെന്ന് അറിയോ? ഒരമ്മ എടുത്ത സാരി പോലെ വേറെ ഒരു സാരി ഈ ഇരിക്കുന്ന ആൾക്കാർ നിങ്ങൾ കാണിച്ചു തന്നാൽ ഞാനൊരു സമ്മാനം തരാം. ഒരു സാരി പോലെ മറ്റൊരു സാരി എനിക്ക് കാണിച്ചു തരണം. ഇത് വെറും വാക്കല്ല, സമ്മാനം തന്നിട്ടേ പോകൂ. എനിക്ക് ഉറപ്പാണ്. എന്താ? ഇത്രയും ആളുകളുണ്ടെങ്കിലും അവരെടുത്ത സാരി, വേഷ്ടി മുണ്ടൊന്നും പറ്റില്ല, അതൊക്കെ ഒരേ നിറം, അത് പറ്റില്ല, ആ സാരി ആവണം. അപ്പൊ എന്താ? ഇവിടെ എത്ര അമ്മമാരുണ്ടോ അവരുടെയൊക്കെ സാരിയുടെ നിറവും അല്ലേ, അതിലെ ചിത്രങ്ങളും ഒക്കെ വ്യത്യസ്തമായിരിക്കും. എന്താ കാരണം? ഒരു തുണിക്കടയിൽ കയറിയാൽ ഇത്രയും അമ്മമാർക്ക് ഒരു കടയിൽ കൊണ്ടുപോയാൽ എല്ലാവർക്കും കൂടി ഒരു സാരി ഇഷ്ടപ്പെടുമോ? ഒരിക്കലും ഉണ്ടാവില്ല. ഭിന്ന രുചിർക്കി ലോക. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. അപ്പോൾ അനവധിയായിരിക്കണ ഇഷ്ടങ്ങളാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഓരോ അഭിരുചിക്കനുസരിച്ചിട്ട വർണ്ണധർമ്മങ്ങൾ, ആശ്രമധർമ്മങ്ങൾ അവിടെ പറഞ്ഞു. ഭഗവാൻ ഭഗവത്ഗീതയിൽ സൂചിപ്പിച്ചു, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം. ഈ 4 വർണ്ണമൊക്കെ ഉണ്ടാക്കിയത് ഞാനാ. ഗുണകർമ്മ വിഭാഗശ. ഗുണങ്ങൾക്കും കർമ്മങ്ങൾക്കൊക്കെ അനുസരിച്ച്. വർണ്ണം എന്നാ പറഞ്ഞത് കേട്ടോ, ജാതി എന്നല്ലേ വർണ്ണം. ഗുണകർമ്മ വിഭാഗശ.
അവിടെ നമുക്ക് ആദ്യമായിട്ട് വർണ്ണങ്ങളെ കുറിച്ചൊന്ന് നോക്കാം. 4 വർണ്ണങ്ങളാണ് പറയുക: ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ഇതൊക്കെ ഈ വർണ്ണാശ്രമധർമ്മം ഒക്കെ പറയുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ഒരു വലിയ കാര്യമുണ്ട്. ജന്മന ജായത്തെ ജന്തു, കർമ്മണ ജായത്തെ ദ്വിജ. ജന്മന ജായത്തെ ജന്തു. ഇടയ്ക്കിടയ്ക്ക് ഇത് പറയണം. ജന്തു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? ജന്തു, ജീവനുള്ളത്, അത്രയേ ഉള്ളൂ. ജീവനുള്ളതിനൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? ജന്തു എന്ന് വിളിക്കാം. പ്രാണനുള്ളതിനെയൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? പ്രാണി എന്ന് വിളിക്കാം. പക്ഷെ എല്ലാവരും ജനിക്കുന്നത് ജീവനോടെയാണ്. പിന്നെ ബ്രാഹ്മണൻ എങ്ങനെ ആയിത്തീരണു? കർമ്മണ ജായത. അവിടെ ബ്രാഹ്മണൻ എന്നല്ല പറഞ്ഞത്, ദ്വിജൻ എന്നാ. എന്താ ഈ ദ്വിജൻ എന്ന് പറഞ്ഞാൽ? രണ്ടാമത് ജനിച്ചവൻ എന്ന. ദ്വിജൻ വാക്കിന്റെ അർത്ഥം രണ്ടാമത് ജനിച്ചവൻ. പക്ഷികളെ ദ്വിജൻ എന്ന് പറയാറുണ്ട്. പക്ഷികൾ. എന്താ കാരണം? ഒരു പക്ഷിക്കുഞ്ഞ് ജനിക്കുമ്പോൾ പക്ഷിയല്ല. ആരെയാ പക്ഷി എന്ന് പറയാ? പക്ഷമുള്ളയാളെ നമുക്ക് എന്ത് പറയാൻ പറ്റൂ? പക്ഷം എന്ന് പറയാൻ എന്താ? ചിറക് അല്ലേ? അപ്പൊ പക്ഷമുള്ള ആളെ മാത്രമേ പക്ഷി എന്ന് പറയാൻ പറ്റൂ. ഒരു പക്ഷിക്കുഞ്ഞ് മുട്ടയിട്ട മുട്ട വിരിഞ്ഞാൽ അത് പക്ഷിക്കുഞ്ഞല്ല. എന്താ? അതിന് ചിറകില്ല. കുറച്ച് കഴിയുമ്പോഴാണ് അതിനെന്ത് മുളയ്ക്കുക? പക്ഷങ്ങൾ മുളയ്ക്കുക. അപ്പോഴാണ് അയാൾ നമ്മൾ എന്ത് വിളിക്കുക? പക്ഷി. അപ്പൊ പക്ഷിയുടെ മറ്റൊരു പേരാണ് ദ്വിജൻ. നമുക്കൊക്കെ അറിയുന്നൊരു ദ്വിജൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. ആരാ? വായിലുള്ള പല്ല്. അയാളുടെ പേര് എന്താണെന്നറിയോ? ദ്വിജൻ. രണ്ടാമതുണ്ടായതല്ലേ പല്ല്? ആദ്യം ജനിച്ചപ്പോൾ പല്ലുണ്ടായിരുന്നോ? ഉണ്ടാവാം, ചെറിയ ചെറിയ പല്ലൊക്കെ അല്ലേ? അതൊക്കെ പോയിട്ട് രണ്ടാമത് വന്നതാണ് ഈ പല്ല്, ഇപ്പോൾ വായിലുള്ള പല്ല്. രണ്ടാമത് വന്നത് കൊണ്ട് നമ്മൾ അയാൾ എന്ത് വിളിക്കും? ദ്വിജൻ. ഇനി ഒരാളും കൂടി വരാണ്ട്, കുറച്ച് പ്രായമായാൽ ത്രിജൻ എന്ന് പറയും. അതെന്താ? ഈ പല്ലൊക്കെ കളഞ്ഞിട്ട് പിന്നെ നമ്മൾ ആശുപത്രിയിൽ പോയിട്ട് പല്ല് സെറ്റൊക്കെ വെക്കും. അപ്പൊ അത് മൂന്നാമത്തെ പല്ല. അതെ, അത് ഇതിൽ പെടില്ല. അപ്പൊ ദ്വിജൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത് ജനിക്കുന്നത്. അതാണ് ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോ ദ്വിജപംക്തി ദ്വയോജ്വല ചൊല്ലിയില്ലേ നമ്മള്? ഇപ്പൊ പറഞ്ഞത് ജന്മന ജനിക്കുന്ന, ജന്തുവായി ജനിക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ സംസ്കാര ക്രിയകൾ കൊണ്ട്, ഷോഡശ സംസ്കാര ക്രിയകൾ കൊണ്ട് അദ്ദേഹം ദ്വിജനായിട്ട് മാറണോ? പോരാ. ഇപ്പൊ ദ്വിജൻ പേര്. ഇനി അദ്ദേഹം ആരായിട്ട് മാറണം? വിപ്രനായിട്ട് മാറണം. ആരാ വിപ്രൻ എന്ന് പറയാ? വേദപാരായണേ വിപ്ര. വേദം പഠിച്ചും പഠിപ്പിച്ചൊക്കെ തുടങ്ങുമ്പോഴാണ് അദ്ദേഹത്തെ എന്ത് വിളിക്കാവൂ? വിപ്രൻ. അതും കഴിഞ്ഞ് ബ്രഹ്മജ്ഞാനം സിദ്ധിക്കുമ്പോഴാണ് അദ്ദേഹത്തെ ബ്രാഹ്മണൻ എന്ന് വിളിക്കുക. അപ്പൊ നമ്മൾ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാലും ദ്വിജൻ എന്ന് പറഞ്ഞാലും വിപ്രൻ എന്ന് പറഞ്ഞാലും ഒക്കെ ഒരേ അർത്ഥത്തിലെടുക്കുക. ഇതൊക്കെ ഓരോ ഘട്ടം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അനുഷ്ഠാനം കൊണ്ടാണ് ഈ വർണ്ണത്തെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുക. വേദമൊക്കെ പഠിച്ച്, വേദം പഠിച്ചാൽ പോരാ, പാഠനം പഠിക്കുകയും വേണം, പഠിപ്പിക്കുകയും വേണം. ഇതൊക്കെ ബ്രാഹ്മണന്റെ എന്താ പറയുക? തൊഴിലാണ്, അല്ലെങ്കിൽ ധർമ്മമാണ്. യാഗങ്ങളൊക്കെ അനുഷ്ഠിക്കണം എന്നാ പറയുക. എന്താ യാഗത്തിന്റെ സന്ദേശം? ഇതം ന മമ, ഇതൊന്നും എൻ്റേതല്ല. തേന ത്യക്തേന ഭുഞ്ചീത. ഏതുപോലെ? തർപ്പണം ചെയ്യുമ്പോൾ ദേവന്മാർക്ക്, ഋഷിമാർക്കൊക്കെ തർപ്പണം ചെയ്യുമ്പോൾ പുഴയിൽ ഇറങ്ങി നിൽക്കും നമ്മൾ അല്ലേ? എന്നിട്ട് കൈക്കുമ്പിൽ നിറയെ വെള്ളം എടുക്കും. എന്നിട്ട് തർപ്പണ മന്ത്രം ജപിച്ച് ആ വെള്ളം എവിടേക്ക് തന്നെ ഒഴിക്കും? പുഴയിലേക്ക് തന്നെ ഒഴിക്കും. പുഴയിൽ നിന്ന് വെള്ളം എടുക്കും, പുഴയിലേക്ക് തന്നെ ഒഴിക്കും. അതുപോലെ യാഗക്രിയ എന്താ? ഭഗവാനെ അങ്ങ് തന്നതാണ് ഇതെല്ലാം. അതൊക്കെ ആർക്ക് തന്നെ സമർപ്പിക്കണു? അങ്ങേക്ക് തന്നെ ഇതം ന മമ, ഇതൊന്നും എൻ്റേതല്ല. അപ്പോൾ ഇത് അടിവര ഇട്ട് മനസ്സിൽ ഉറപ്പിച്ച ആളാണ് ബ്രാഹ്മണൻ. അദ്ദേഹത്തിന് അപ്പം എന്തുണ്ടാവണം? ആത്മനിയന്ത്രണം ഉണ്ടാവണം, ഇന്ദ്രിയ നിഗ്രഹം ഉണ്ടാവണം, ക്ഷമയുണ്ടാവണം,
വിവേകം ഉണ്ടാവണം. ഈ സൽഗുണങ്ങളൊക്കെ ഒത്തിണങ്ങിയ ആളെയാണ് ബ്രാഹ്മണ അനുഷ്ഠാനം, ബ്രാഹ്മണ ധർമ്മം അനുഷ്ഠിക്കുന്ന ആള്. അതുകൊണ്ടാണ് സുദാമാവിനെ പരിചയപ്പെടുത്തിയപ്പോ ഭഗവാൻ അല്ലേ, കൃഷ്ണസ്യാസിയിൽ സഖാ കശ്ചിൽ ബ്രാഹ്മണോ ബ്രഹ്മവിത്തമ, പിന്നെ പറഞ്ഞു വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയ. ബ്രാഹ്മണന്റെ വിശേഷങ്ങളൊക്കെ അവിടെ പറഞ്ഞു. വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയ. വിരക്തനായിരുന്നു, ജിതേന്ദ്രിയനായിരുന്നു അല്ലേ. പണമില്ല, ദാരിദ്ര്യാണ് എന്നൊന്നും സുദാമാവിന് തോന്നിയിട്ടില്ല. ബഹുശ പ്രാർത്ഥിതോ മൃദു അല്ലേ, ഭാര്യ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം പുറപ്പെട്ടത് തന്നെ. അപ്പൊ ജിതേന്ദ്രിയത്വം, ഇന്ദ്രിയ നിഗ്രഹം, ആത്മനിയന്ത്രണം, ക്ഷമ, വിവേകം, ഇതൊക്കെ ബ്രാഹ്മണ സ്വഭാവമാണ്, ഗുണങ്ങളാണ്. രണ്ടാമത്തെ ആള് ക്ഷത്രിയൻ. തൻ്റെ ക്ഷാത്രവീര്യം കൊണ്ട് നിയമത്തെയും സ്വത്തിനെയും രാജ്യത്തെയൊക്കെ പരിപാലിക്കുന്ന ആളാണ് ക്ഷത്രിയൻ. വേണ്ടതുപോലെ നികുതിയൊക്കെ പിരിച്ചെടുക്കുക, രാജ്യഭാരം ചെയ്യുക, രാജ്യത്തെ ക്ഷേമമൊക്കെ ഉറപ്പുവരുത്തുക, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ധർമ്മം. എന്തൊക്കെ ഗുണങ്ങൾ വേണം? നിശ്ചയദാർഢ്യം വേണം അല്ലേ. ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പിലാക്കാനുള്ള ആർജവം വേണം, ധൈര്യം വേണം, ശക്തി വേണം. ഒരു തീരുമാനം എടുത്തു, ഒരാൾ പറഞ്ഞു അത് അങ്ങനെയല്ല വേണ്ടത്, എന്നാ തീരുമാനം മാറ്റാം. അപ്പുറത്ത് വീണ്ടും ഒരാൾ പറഞ്ഞു അതല്ല ഇങ്ങനെയാ വേണ്ടത്, എന്നാ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. ആലോചിച്ച് തീരുമാനം എടുക്കാനുള്ള കഴിവ്, എടുത്ത തീരുമാനം നടപ്പിലാക്കാനുള്ള കഴിവ്, ആ ആർജവം, ധീരത, ശക്തി, നിശ്ചയദാർഢ്യം, പക്വത, ഇതൊക്കെ ക്ഷത്രിയന് വേണ്ട ഗുണ. മൂന്നാമത്തെ വർണ്ണം വൈശ്യനാണ്. അദ്ദേഹത്തിന് വ്യാപാരം, കൃഷി, കച്ചവടം, ഗോരക്ഷ അല്ലേ, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ധർമ്മം. ഇതിലൊക്കെ ആദ്യം വേണ്ട ഗുണം എന്താ? വിശ്വാസം. അപ്പൊ കച്ചവടമൊക്കെ ചെയ്യുമ്പോൾ ആദ്യം വേണ്ടത് എന്താ? വിശ്വാസ്യതയാണ് വേണ്ടത്. അപ്പൊ വിശ്വാസം വേണം, ഉത്സാഹം വേണം. 2 ദിവസം കട തുറക്കുക, 4 ദിവസം കിടന്നുറങ്ങുക, അങ്ങനെയായാൽ കട മുന്നോട്ട് പോവില്ല. അപ്പോൾ എന്നും ഉത്സാഹം വേണം, അധ്വാനശീലം വേണം, മടുപ്പില്ലാണ്ട് പ്രവൃത്തിയിൽ ഗംഭീരമായിട്ട് മുന്നേറാൻ കഴിയണം. അതാണ് വൈശ്യൻ. നാലാമത്തെ വിഭാഗം ശൂദ്രൻ. അദ്ദേഹത്തിൻ്റെ ജോലി, ധർമ്മം എന്താ? സേവനം. മറ്റ് 3 പേർക്കും സേവനങ്ങൾ ചെയ്യാം. അപ്പൊ ആദ്യം വേണ്ട ഗുണം എന്താണെന്നറിയോ? സത്യസന്ധത. ഇതൊക്കെ എല്ലാവർക്കും വേണ്ടതാണ്. അത് അവസാനം പറയാം. ഇതൊക്കെ കേട്ടിട്ട് അവസാനം നമ്മൾ എന്താ പഠിക്കാന്നറിയോ? സത്യം. അത് ആർക്ക് മാത്ര? ശൂദ്രന് മാത്രം. ബാക്കിയുള്ളവർക്കൊന്നും എന്താ ആവശ്യമില്ല? സത്യം ആവശ്യമില്ല. അങ്ങനെ പഠിക്കരുതേ. അപ്പൊ സത്യവും വിനയവും ശുദ്ധിയും ഒക്കെ ശൂദ്രന് വേണ്ടതാണ്. ഇതൊക്കെ വർണ്ണത്തിന്റെ ഗുണങ്ങൾ പ്രത്യേകം എടുത്ത് പറഞ്ഞെങ്കിൽ യഥാർത്ഥത്തിൽ നമുക്ക് ഓരോരുത്തർക്കും 30 ഗുണങ്ങൾ വേണം എന്ന് പറയുന്നു. 30 ഗുണങ്ങൾ എല്ലാ മനുഷ്യർക്കും. എന്നാൽ അത്രേ നമ്മൾ എന്ത് പറയാൻ പറ്റൂ? മനുഷ്യൻ എന്ന് പറയാൻ പറ്റും. ഇപ്പൊ പലരുടെയും കയ്യിൽ പേപ്പറും പേനയൊക്കെ കാണാണ്ട് വെറുതെ ഇപ്പം ഇരുന്നൊന്ന് എഴുതി നോക്കൂ, നമുക്ക് എത്ര ഗുണമുണ്ട് എന്ന്. സ്വന്തം ഒരു ചെക്ക് ലിസ്റ്റ്. 1 എൻ്റെ ഒന്നാമത്തെ ഗുണം, 2 എൻ്റെ രണ്ടാമത്തെ ഗുണം. ഇപ്പം എഴുതിയാൽ ഒരു 4-5 വരെയൊക്കെ എഴുതുണ്ടാവും. അതിനപ്പുറത്തേക്ക് പോവാൻ സാധ്യത കുറവാണ്. അടുത്ത പേജ് മറിക്കുക, എന്നിട്ടോ ദോഷങ്ങൾ എഴുതുക. എൻ്റെ കുറവുകൾ 1, 2, 3, 4, അതങ്ങോട്ട് പോവും അല്ലേ. അതുകൊണ്ടാണ് രാവണൻ അല്ലേ, ഈ രാവണൻ തപസ് ചെയ്തിട്ട് ഒരേ ഒരു വര വാങ്ങിയത്. ഇപ്പൊ ഹിരണ്യകശിപിനെ പോലുള്ള ആളുകളൊക്കെ എന്തൊക്കെ വരം വാങ്ങിച്ചു, കഥ ഓർമ്മിച്ച് നോക്കല്ലേ. അകത്ത് പാടില്ല, പുറത്ത് പാടില്ല, പകല് പാടില്ല, രാത്രി പാടില്ല, ആകാശത്ത് വെച്ച് പാടില്ല, ഭൂമിയിൽ വെച്ച് പാടില്ല, ജീവുള്ള വസ്തു കൊണ്ട് പാടില്ല, ജീവല്ലാത്ത വസ്തു കൊണ്ട് പാടില്ല, ഉണങ്ങിയ വസ്തു കൊണ്ട് പാടില്ല, ഉണങ്ങാത്ത വസ്തു കൊണ്ട് പാടില്ല, മനുഷ്യൻ കൊല്ലാൻ പാടില്ല, മൃഗം കൊല്ലാൻ പാടില്ല, ആയുധം കൊണ്ട് കൊല്ലാൻ പല വരവും വാങ്ങി. രാവണൻ ഇതിലൊന്നും പോലും ഒരൊറ്റ വരം വാങ്ങിച്ചു. എന്താ വാങ്ങിച്ച വരം? ഒരു മനുഷ്യൻ മാത്രമേ എന്നെ കൊല്ലാവൂ. നമുക്ക് തോന്നി വിഡ്ഢി, പമ്പര വിഡ്ഢി. 10 തല ഉണ്ട് പറഞ്ഞ എന്താ കാര്യം? ഒരു ബുദ്ധിയില്ല. 10 തലയുടെ ബുദ്ധി ഉള്ളതുകൊണ്ടാണ് രാവണൻ എന്ത് വരം വാങ്ങിച്ചത്? ഒരു മനുഷ്യൻ മാത്രമേ എന്നെ വധിക്കാവൂ. എന്താ? ഒരു മനുഷ്യനാവണമെങ്കിൽ ചുരുങ്ങിയത് 30 ഗുണം വേണം എന്നാ. രാവണന് ഉറപ്പാണ് ഈ 30 ഗുണമുള്ള മനുഷ്യന്മാരൊന്നും
അതിപ്പോ രാവണന് മാത്രല്ല, വാൽമീകി മഹർഷിക്ക് വരെ സംശയം ഉണ്ടായില്ലേ? നാരദ മഹർഷിയോട് ചോദിച്ചല്ലോ, 30 ഗുണം ഉണ്ടെങ്കിലേ മനുഷ്യനാവൂ എന്നൊക്കെയാ പറയണത്. അങ്ങനെയാണെങ്കിൽ നാരദ മഹർഷി, അങ്ങനെ ഒരു നരൻ, ഒരു മനുഷ്യൻ ഭൂമിയിലുണ്ടോ? കോന്യസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ. അപ്പോഴാണ് നാരദ മഹർഷി പറഞ്ഞത്, വാൽമീകി മഹർഷി അങ്ങനെ പറയാൻ വയ്യ. എന്താ? ഒരാളുണ്ടായിട്ടുണ്ട്. ആരാത്? ഇക്ഷ്വാകുവംശപ്രഭവോ രാമോ നാമജനൈ ശ്രുത നിയതാത്മാ മഹാവീര്യോ ദ്യുതിമാൻ ധൃതിമാൻ വശി ആജാനുബാഹു സുശിരസുലലാട സുവിക്രമ. പിന്നെ 30 ഗുണോട് പറയും. ഇക്ഷ്വാകുവിന്റെ വംശത്തിൽ ജനിച്ച ദശരഥപുത്രനായ ശ്രീരാമചന്ദ്രൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്ത് വിളിച്ചത്? മര്യാദാ പുരുഷോത്തമൻ. രാമോ വിഗ്രഹവാൻ ധർമ്മ. 30 ഗുണമുള്ളൊരു മനുഷ്യൻ അദ്ദേഹം ഉണ്ടായിട്ടുള്ളൂ. ഇത് അറിഞ്ഞതുകൊണ്ടാണ് രാവണൻ പറഞ്ഞത് മനുഷ്യൻ മാത്രമേ എന്നെ വധിക്കുമെന്ന്. അദ്ദേഹത്തിന് അറിയാം ഇത്രയും ഗുണമുള്ള ആളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇപ്പം ഈ വർണ്ണധർമ്മങ്ങൾ, വർണ്ണാശ്രമധർമ്മങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഈ ഗുണങ്ങളൊക്കെ എല്ലാവരും ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടതാണ്. അതാണ് രാമായണത്തിൽ കോ നര ചോദ്യം. ഉത്തരം എന്താണെന്നറിയോ? മാം വിദ്ധി, എന്നെ അറിയുക. ആരാ മനുഷ്യൻ? ശ്രീരാമചന്ദ്രസ്വാമി തന്നെ പറഞ്ഞു മാം വിദ്ധി. ശ്രീരാമചന്ദ്രസ്വാമി തന്നെ പറഞ്ഞു മാം വിദ്ധി. സുമിത്രാദേവിയുടെ ശ്ലോകം അല്ല കേട്ടോ, നമുക്കറിയുന്ന ശ്ലോകം ഉണ്ട്. എന്ത്? രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാം അടവിം വിദ്ധി. അതവിടെ നിൽക്കട്ടെ. ശ്രീരാമചന്ദ്രസ്വാമി തന്നെ അമ്മയോട് പറയും, വിദ്ധി മാം ഋഷിഭിത്തുല്യം നാഹമർത്ഥപരോ ദേവി ലോകമാവർത്തുമുത്സഹേ വിദ്ധി മാം ഋഷിഭി തുല്യം വിദ്ധി മാം ഋഷിഭി തുല്യം വിദ്ധി മാം ഋഷിഭി തുല്യം. എന്നെ ഋഷിയെപ്പോലെ തുല്യമായിട്ട് കാണൂ, ഋഷിയെപ്പോലെ എന്നെ കാണൂ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ മനുഷ്യനാണ് ഞാൻ എന്ന് വീണ്ടും 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 ശ്രീരാമചന്ദ്രസ്വാമി ഓർമ്മിപ്പിക്കും. ഇതാണ് വർണ്ണധർമ്മം. ചെറിയൊരു ഭാഗം, ചെറുതല്ല വലിയൊരു ഭാഗം ചുരുക്കി 10 മിനിറ്റ് കൊണ്ട് അവതരിപ്പിക്കണം. ആശ്രമധർമ്മം 4 ആശ്രമങ്ങളെ പറയണു. ബ്രഹ്മചാരി, ബാക്കി നിങ്ങൾ പറയും അല്ലേ, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി. 4 ധർമ്മം ഇവിടെ പറയും. ആയുസ്സിനെ 4 ഭാഗമായി മനസ്സുകൊണ്ട് സങ്കല്പിക്കണം. 4 ഭാഗമായി. എന്നിട്ട് ആദ്യത്തെ ഭാഗം ആദ്യത്തെ ആശ്രമം, രണ്ടാമത്തെ ഭാഗം രണ്ടാമത്തെ ആശ്രമം, മൂന്നാമത്തെ ഭാഗം മൂന്നാമത്തെ ആശ്രമം, നാലാമത്തെ ഭാഗം നാലാമത്തെ ആശ്രമം. ഇങ്ങനെയാണ് ആശ്രമധർമ്മങ്ങൾ സ്വീകരിക്കേണ്ടത്. ആശ്രമാത് ആശ്രമം ഗച്ഛേത്. ഒരാശ്രമത്തിൽ നിന്നേ അടുത്ത ആശ്രമത്തിലേക്ക് പോകാവൂ. എന്താ? ഓരോ ആശ്രമവും അടുത്ത ആശ്രമം ധാർമ്മികമായി നിർവഹിക്കാനുള്ള പരിശീലനമാണ്. നന്നായി ബ്രഹ്മചര്യാശ്രമം അനുഷ്ഠിച്ച ഒരാൾക്ക് നല്ലൊരു ഗൃഹസ്ഥനാവാൻ പറ്റൂ. നല്ലൊരു ഗൃഹസ്ഥന് മാത്രമേ നല്ലൊരു വാനപ്രസ്ഥനാകാൻ പറ്റൂ. നല്ലൊരു വാനപ്രസ്ഥാശ്രമിക്ക് മാത്രമേ സന്യാസിയാകാൻ പറ്റൂ. അല്ലെങ്കിലോ നേരെ ആശ്രമ അനുഗതമല്ലാതെ മാറിയാൽ എപ്പോഴെങ്കിലുമൊക്കെ പതനം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ആദ്യത്തെ ആശ്രമം ബ്രഹ്മചാരി. എന്താ ഈ ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്? ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാണ്ടിരിക്കുക, അതാണ് ബ്രഹ്മചാരി അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കിയത്? വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ അവരൊക്കെ ബ്രഹ്മചാരി. കായേന മനസാ വാചാ സർവാവസ്ഥാസു സർവദാ സർവത്ര മൈഥുനത്യാഗം ബ്രഹ്മചര്യം പ്രചക്ഷതേ ബ്രഹ്മഭാവേ മനശ്ചാരം ബ്രഹ്മചര്യം പ്രചക്ഷതേ. എന്താ ബ്രഹ്മചര്യം എന്നറിയോ? ബ്രഹ്മത്തിൽ, ബ്രഹ്മഭാവേ മനശ്ചാരം, മനസ്സ് ബ്രഹ്മത്തിൽ ഉറപ്പിച്ചു നിൽക്കണ ഭാവമുണ്ടെങ്കിൽ അവനെന്തു പറയാം? ബ്രഹ്മചാരി. അതെങ്ങനെയൊക്കെയാ? കായേന മനസാ വാചാ. ശ്രദ്ധിക്കണേ, കായേന മനസാ വാചാ. ശരീരം കൊണ്ടും വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും ബുദ്ധി കൊണ്ടും പ്രവൃത്തി കൊണ്ടുമൊക്കെ ആ ബ്രഹ്മത്തെ ഉപാസിച്ചു കൊണ്ടിരിക്കുന്ന ആളെയാണ് എന്ത് പറയുക?
ബ്രഹ്മചാരിയും വിവാഹ ജീവിതവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. വിവാഹം ഇരുന്നത് കൊണ്ട് മാത്രം ഒരാൾ ബ്രഹ്മചാരി ആവൂല. വിവാഹം കഴിച്ചു എന്നതുകൊണ്ട് ഒരാൾ ബ്രഹ്മചാരി അല്ലാതെയും ആവുന്നില്ല. ഇതെന്താ? ഈശ്വരനിൽ മനസ്സുറപ്പിക്കലാണ് ബ്രഹ്മചര്യം. എന്താ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ? ബൃഹത്ത്, വലുതായത് അല്ലേ? ഇപ്പൊ ബ്രഹ്മചര്യ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? വലുതാവാനുള്ള ചര്യയാണ് ബ്രഹ്മചര്യം. സ്വയം വലുതാവൂ, ലോകത്തോളം വലുതാവൂ, അറിവ് വികസിപ്പിക്കൂ, ലോകത്തോളം അറിവ് നേടൂ. അതാണ് ബ്രഹ്മചാരി. അദ്ദേഹം എന്ത് ചെയ്യണം? ബ്രഹ്മചാരി ഗുരുകുലേ വസൻ, ഗുരുകുലത്തിൽ താമസിച്ച് ഗുരു ശുശ്രൂഷ ചെയ്ത് വേദങ്ങളൊക്കെ പഠിച്ച് യാഗകർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ വേണ്ടി സ്വയം തയ്യാറായിക്കൊണ്ട് സന്ധ്യാവന്ദനാദികളൊക്കെ ചെയ്ത് ഭിക്ഷാടനം ചെയ്ത് എന്നൊക്കെ പറയും ഇല്ലേ? അല്പാഹാരോ ജീർണവസ്ത്രോ ഭഗദ്ധ്യാനോ ശ്വാനനിദ്ര, ഇങ്ങനെയൊക്കെയാ പറയാ. ബ്രഹ്മചാരി എങ്ങനെ ഉറങ്ങണം? ശ്വാനനിദ്ര. എന്താ ശ്വാനനിദ്ര എന്ന് പറഞ്ഞാൽ? നായ ഉറങ്ങുന്നത് പോലെ എന്നാ, പട്ടി ഉറങ്ങുന്നത് പോലെ. എങ്ങനെയാ പട്ടി ഉറങ്ങുക? നമ്മൾ ഉറങ്ങണ പോലെ കൂർക്കം വലിച്ച് ഉറങ്ങൊന്നുമില്ല. നമ്മളെന്താ ചെയ്യുക? രാത്രി കിടന്നുറങ്ങും, രാവിലെ എഴുന്നേറ്റ് ജനലും വാതിലൊക്കെ തുറന്ന് പുറത്തേക്ക് നോക്കിയിട്ട് നമ്മൾ പറയും, ഇങ്ങനത്തെ ഒക്കെ ഒരു മഴ ഇന്നലെ പെയ്തോ? ഞാനൊന്നും അറിഞ്ഞില്ല കേട്ടോ, ഞാൻ സുഖമായിട്ട് ഉറങ്ങി, കാറ്റും മഴയും ഒന്നും നമ്മൾ അറിഞ്ഞില്ല. അങ്ങനെ ഉറങ്ങില്ല ആര്? ഒരു പട്ടി. ഇല ഒന്ന് അനങ്ങിയാൽ അവനറിയും അല്ലേ? ഒരു നിഴൽ അങ്ങോട്ട് മാറിയാൽ അവനറിയും. അങ്ങനെ ഉറങ്ങുമ്പോൾ പോലും അവധാനത, ശ്രദ്ധ അങ്ങനെ വേണം എന്നാ. അല്പാഹാരോ, അല്പമാഹാരം കഴിക്കുക. ജീർണവസ്ത്രവും, വസ്ത്രജീർണം എന്ന് പറഞ്ഞാൽ കീറിപ്പറഞ്ഞ വസ്ത്രം ധരിക്കണം എന്നല്ല, വസ്ത്രത്തിലൊക്കെ ലാളിത്യം പുലർത്തുക. ഭഗദ്ധ്യാനോ, കൊറ്റിയെ പോലെ. കൊറ്റി ഒറ്റക്കാലിൽ തപസ് ചെയ്യുമെന്ന് പറയും അല്ലേ? തപസ് ചെയ്യല്ല വാസ്തവത്തിൽ, പിന്നെയോ അത് ഇരയെ പിടിക്കാൻ മത്സ്യം ആ ഓളപ്പരപ്പിൽ വരണത് നോക്കി അനങ്ങാണ്ട് നിൽക്കും കൊറ്റി അല്ലേ? എപ്പോ ഇവനെ കണ്ടോ ഉടൻ കൊക്ക് താഴ്ത്തി ഇരയെ പിടിക്കുക. അതുപോലെ വിവേകത്തോട്, ശ്രദ്ധയോടുകൂടി, അവധാനതയോടുകൂടി വിഷയങ്ങളെ സ്വീകരിക്കാൻ, പഠിക്കാൻ ആർക്ക് സാധിക്കണം? ബ്രഹ്മചാരിക്ക് സാധിക്കണം. അപ്പോൾ അതാണ് ബ്രഹ്മചര്യാശ്രമം. അത് കഴിയുമ്പോഴേക്കും ഇവിടെ എത്തി ഗൃഹസ്ഥാശ്രമി. രണ്ടാമത്തെ പാദം ഗൃഹസ്ഥാശ്രമിയാണ്. ഏറ്റവും വിഷമം പിടിച്ച ആശ്രമമാണ് ഗൃഹസ്ഥാശ്രമം. ഒരിടത്ത് മാത്രമാണ് ഗൃഹസ്ഥാശ്രമം സുഖമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എവിടെ പറയാൻ പറ്റുമോ? ഒരിടത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്ത്? ഈ ഗൃഹസ്ഥ ജീവിതം നല്ല സുഖമാണ് കേട്ടോ എന്നൊരു സ്ഥലത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആത്മദേവൻ പറയുന്നുണ്ട് ഭാഗവതത്തിൽ കേട്ടോ, ആത്മദേവൻ പറയുന്നുണ്ട്. വേറെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ എവിടെയാ പറയണത് എന്നറിയോ? ആധാരം എഴുതുമ്പോൾ അവിടെ പറയും, ജോലി ഒന്നുമില്ലെങ്കിൽ സ്വസ്ഥം ഗൃഹഭരണം. ഒന്ന് ആലോചിച്ച് നോക്ക്, എന്ത് വലിയ വിഡ്ഢിത്ത! സ്വസ്ഥം ഗൃഹഭരണി. ഈ ഗൃഹഭരണത്തിന് സ്വസ്ഥത ഉള്ളതാണോ? ഒരു സ്വസ്ഥത ഇല്ലാത്തതാ. എന്നിട്ടാണ് എഴുതിയിട്ടുള്ളത് സ്വസ്ഥം ഗൃഹഭരണം. അവിടെ ശരിക്ക് മാറ്റണം, അസ്വസ്ഥം ഗൃഹഭരണം എന്ന് എഴുതി വെക്കണം. അപ്പൊ ഏറ്റവും വിഷമങ്ങൾ നിറഞ്ഞതാണ് ഗാർഹസ്ഥ്യ ജീവിതം എന്ന. ആത്മദേവൻ മാത്രം പറഞ്ഞത് ഗൃഹസ്ഥ സരസോ ലോകേ പുത്രപൗത്ര സമന്യുത. മഹാത്മ്യത്തിൽ ആത്മദേവൻ പറയും പുത്രന്മാരോടും പൗത്രന്മാരോടും ഒക്കെയുള്ള ജീവിതമാണ് നല്ല സുഖമായിട്ടുള്ള ജീവിതം. അത് അദ്ദേഹത്തിന് പിന്നെ മതിയാവുകയും ചെയ്തു, ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്നായി അല്ലേ? അപ്പൊ ഗൃഹസ്ഥാശ്രമം അദ്ദേഹത്തിന് 4 വൃത്തികളുണ്ട് എന്ന്. ഒന്ന് വാർത്ത എന്ന് പറയും. എന്താ വാർത്ത? കൃഷി, വാണിജ്യം, ഗോരക്ഷ, കന്നുകാലികളെ വളർത്തുക, മൃഗങ്ങളെ വളർത്തി കൊണ്ടുവരിക, കൃഷി ചെയ്യുക, കച്ചവടം ചെയ്യുക, അതൊക്കെയാണ് വാർത്ത. സംശയം, വേദാധ്യയനം ചെയ്യിക്കുക, യജ്ഞങ്ങളൊക്കെ നടത്തിക്കുക, യജ്ഞദക്ഷിണകളൊക്കെ സമർപ്പിക്കുക, അത് ഗൃഹസ്ഥ ധർമ്മമാണ്. പിന്നെ ശാലീനം, എന്താ ശാലീനം? യാചിക്കാതെ ലഭിക്കുന്ന ദ്രവ്യങ്ങളൊക്കെ ഉപയോഗിക്കാം. ഉഞ്ചവൃത്തി, എന്താ? വീണ് കിടക്കുന്ന ധാന്യങ്ങളൊക്കെ പെറുക്കിയെടുത്ത് ഉപജീവനം നടത്തുക. അങ്ങനെ ഗൃഹസ്ഥ വൃത്തികളെ 4 പറയും. പിന്നെ അദ്ദേഹത്തിന്റെ ധർമ്മം എന്താ? ഗാർഹസ്ഥ്യ ഭരണം, ഗൃഹസ്ഥ ഭരണം. തന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബമുണ്ട്. പുരുഷനാണെങ്കിൽ ഭാര്യയുണ്ട്, മക്കളുണ്ട് അല്ലേ? സ്ത്രീ ആണെങ്കിൽ ഭർത്താവുണ്ട്, മക്കളുണ്ട്. ഇവരുടെയൊക്കെ കാര്യങ്ങൾ, ക്ഷേമമൊക്കെ അന്വേഷിക്കേണ്ടതാണ് എന്നാ. ഒരു ഭർത്താവ് ഭാര്യ എങ്ങനെ നോക്കണം? ന ഭാര്യാം താടയേൽക്കാപി
മാതൃവൽ പാലയേൽ സദാ. പറയും ന ഭാര്യാം കാബി താടയേത്. ഇതാ, ഭാര്യയെ കൈ ഉയർത്തി അടിക്കാനൊന്നും പാടില്ല. ന ഭാര്യാം താടയേത് കാബി. രണ്ടാമത് പറഞ്ഞു മാതൃവൽ പാലയേൽ സദാ. സ്വന്തം അമ്മയെ പാലിക്കണ പോലെ വേണം ഭാര്യയെ പരിപാലിക്കാൻ. അടുത്തത് വലിയ ഇഷ്ടാവും കേട്ടോ, അമ്മമാർക്കൊക്കെ എന്തായാലും ഇഷ്ടാവും. അടുത്ത വരി എന്താണെന്നറിയോ? ധനേന വാസസ പ്രേംന ശ്രദ്ധയ മൃദുഭാഷണൈ. എങ്ങനെ വേണം ഈ ഭാര്യമാരോട് പെരുമാറാൻ? ധനേന വാസസ, അവർക്ക് ആഭരണങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കണം. വാസസ, പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കണം. പ്രേംന, പിന്നെയോ വളരെ പ്രേമത്തോടുകൂടി. ശ്രദ്ധയ, എപ്പോഴും ശ്രദ്ധിക്കണം. മൃദുഭാഷണൈ, സ്നേഹപുരസരം വേണം സംസാരിക്കാൻ. ആരെ? ഭർത്താവ്. ഈ മധുരം മധുരം എന്ന് പറയുന്നത് രക്തത്തിൽ മാത്രം അലിഞ്ഞാൽ പോരാ. അതിപ്പോൾ നമുക്കൊക്കെ വേണ്ടോർത്തോളം ഉണ്ട് അല്ലേ? അത് നാവിൻ്റെ തുമ്പത്തുകൂടി ഒന്ന് വന്നോട്ടെ എന്നാ. ഈ ഷുഗർ എന്ന് പറയുന്ന സാധനം ബ്ലഡിൽ മാത്രം പോരാ, നാവിൻ്റെ അറ്റത്തൊന്ന് വന്നോട്ടെ. അതുകൊണ്ടല്ലേ ആചാര്യൻ എഴുത്തിനിരുത്തിയപ്പോൾ ഈ നാവിൽ സ്വർണ്ണമുരച്ചു, തേനിൽ ചാലിച്ചു, വയമ്പ് പുരട്ടിത്തന്നു. എന്തായിരുന്നു അർത്ഥം? ഈ നാവിലൂടെ വരുന്ന വാക്കുകൾ സ്വർണത്തെ പോലെ മൂല്യമുള്ളതാകട്ടെ, തേൻ പോലെ മധുരമുള്ളതാകട്ടെ, വയമ്പ് പോലെ വഴക്കമുള്ളതാകട്ടെ. അങ്ങനെ വേണം ഭാര്യയോട് സംസാരിക്കാൻ. ഇപ്പം സന്തോഷമായി അമ്മമാർക്കൊക്കെ അല്ലേ? മറ്റുള്ളവർ പറഞ്ഞു അല്ലെങ്കിലും അതെ, എല്ലാ നിയമങ്ങളും സ്ത്രീകൾക്ക് അനുകൂലമാണ്, പുരുഷന്മാരാണ് ഒറ്റപ്പെടുന്നത്, ഞങ്ങൾക്ക് ആരും ഇല്ല അല്ലേ? ഇവിടെ പുരുഷന്മാർക്ക് വേണ്ടി പറഞ്ഞു കേട്ടോ. വിവാദശീലാം സ്വയമർത്ഥ ചോരിണീം പരാനുകൂല പതിദോഷഭാഷിണീം അഗ്രാശിനീം അന്യഗൃഹപ്രവേശിനീം ഭാര്യാം ത്യജേൽ പുത്രദശ പ്രസൂതികാം. ഭാര്യാം ത്യജേൽ പുത്രദശ പ്രസൂതികാം. 100 പുത്രന്മാരെ പ്രസവിച്ചവളായാലും ആ ഭാര്യയെ ത്യജിച്ചോളൂ. എങ്ങനെയുള്ള ഭാര്യയാണെങ്കിൽ? വിവാദശീലം, എപ്പോഴും തർക്കിക്കുക. ഒന്ന് പറഞ്ഞാൽ അടുത്തതിന് തർക്കം. വിവാദശീലം. സ്വയം അർത്ഥചോരിണി, ഭർത്താവ് അറിയാതെ ഭർത്താവ് പണം സൂക്ഷിക്കുന്നിടത്ത് നിന്ന് ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ എടുക്കുക. സ്വയം അർത്ഥചോരിണി. പരാനുകൂലം, മറ്റൊരാളെ കുറിച്ച് പുകഴ്ത്തി പറയാം. നിങ്ങളൊക്കെ അങ്ങോരെ കണ്ടു പഠിക്കണം അല്ലേ? അതൊക്കെ അങ്ങോരെ കണ്ടു പഠിക്കൂ എന്ന് പറയുന്ന ആള്. പിന്നെയോ പതിദോഷഭാഷിണി, മറ്റുള്ളവരുടെ വായ പൊളിച്ചാൽ സ്വന്തം ഭർത്താവിൻ്റെ കുറ്റം പറയാം. എനിക്കും ഉണ്ട് ഒരുത്തൻ അവിടെ, നിങ്ങൾക്ക് കേൾക്കണോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങും അല്ലേ? അങ്ങനെയുള്ള ആള്. അഗ്രാശിനിയും അന്യഗൃഹപ്രവേശിനിയും, ഭക്ഷണമൊക്കെ ഉണ്ടാക്കും. പക്ഷെ എന്താ ചെയ്യുക? ആദ്യം സ്വയം കഴിക്കും, ഒരു ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുട്ടികൾക്കും ഭർത്താവിനും പ്രായമായവർക്കൊക്കെ കൊടുക്കും. അന്യഗൃഹപ്രവേശിനി, വീട്ടിലുണ്ടാവില്ല, ഏത് നേരവും അടുത്ത വീട്ടിലാവും. വിളിച്ചു വരുത്തണം, അവിടെ വരും, ഞാൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഓടി വരും. അങ്ങനെയൊക്കെ ഉള്ളവളാണെങ്കിൽ ത്യജേതുന്ന. നോക്കൂ, അപ്പൊ ഗൃഹസ്ഥധർമ്മം എത്ര വിഷമ. ഇത് പറഞ്ഞതുപോലെ നല്ലൊരു ഭാര്യ ആവാനും നല്ലൊരു ഭർത്താവാനും എത്ര വിഷമാവും അല്ലേ? അപ്പൊ അവനവന്റെ ധർമ്മത്തെ കൃത്യമായി അനുഷ്ഠിക്കുക. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, വിഷ്ണുഭുജംഗപ്രയാഗത്തിൽ ഭഗവാനോട് പറഞ്ഞില്ലേ, ത്രിലോകീ ഗൃഹസ്ഥായ വിഷ്ണോ നമസ്തേ. 16,108 ഭഗ്നിമാരോടൊപ്പം എങ്ങനെ ഞാൻ ഗാർഹസ്ഥ്യം അനുഷ്ഠിക്കണോ? നാരദ മഹർഷി ഒരിക്കൽ പരീക്ഷിക്കാൻ പോയ കഥയൊക്കെ അല്ലേ നമ്മൾ അനുസ്മരിച്ചു. അതാണ് ഗൃഹസ്ഥധർമ്മം. പക്ഷേ ഇവിടെ പറയണു, യഥാ നദീ നദഃ സർവേ സമുദ്രേയാന്തി സംസ്ഥിതിം തഥാ ഗൃഹസ്ഥമാശ്രിത്യ വർത്തത്തെ ഇതരാശ്രമ. എങ്ങനെയാണോ സമുദ്രത്തെ ആശ്രയിച്ച് മറ്റ് നദികൾ നിലകൊള്ളുന്നത്, അതുപോലെ ഗൃഹസ്ഥാശ്രമത്തെ ആശ്രയിച്ചിട്ടാണ് മറ്റാശ്രമങ്ങളൊക്കെ നിലനിൽക്കുന്നത്. അപ്പൊ ഏറ്റവും വിഷമം പിടിച്ചതാണ് ഗൃഹസ്ഥഭരണം, അതാണ് ഗാർഹസ്ഥ്യം. അത് കഴിഞ്ഞാൽ വാനപ്രസ്ഥം, വാക്ക് തന്നെ കിട്ടും. ആകാശത്ത് നിന്ന് താഴത്തേക്ക് നോക്കുക അല്ലേ? ഇപ്പൊ സുനിത വില്യംസ് എന്ന് പറയുന്ന ബഹിരാകാശ യാത്രിക ഇവിടെ വന്നു. അവർ പറഞ്ഞു, ഞാൻ അവിടെ നിന്ന് നോക്കുമ്പോൾ ഭൂമി കാണാൻ എന്ത് മനോഹരായിരുന്നു അല്ലേ? നിങ്ങൾ സ്വയം സങ്കല്പിച്ച് നോക്കൂ, നമ്മൾ ഉയർന്നു നിന്നിട്ട് താഴത്തേക്കൊന്ന് നോക്കൂ, നമ്മളതിൻ്റെ ഭാഗമല്ലാണ്ട് നമുക്കിതിനൊക്കെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ വാനപ്രസ്ഥർ എന്ത് ചെയ്യണം? വീട്ടിലാണ് ജീവിക്കണതെങ്കിലും ഒന്നിലും ഇടപെടാണ്ട് അല്പം ഒന്ന് പുറകോട്ട് മാറി നിന്ന് വീക്ഷിക്കുക, എല്ലാം കാണുക, അനുഭവിക്കുക, ഒരഭിപ്രായവും പറയണ്ട.
നിവൃത്തരാഗസ്യ ഗൃഹം തപോവനം. അത് തപസ്സിന് തുല്യാണ് എന്നാ. കാട്ടിലൊന്നും പോണ്ട. നിവൃത്തരാഗസ്യ ഗൃഹം തപോവനം. രാഗങ്ങളില്ലാണ്ടയായാൽ അവനവൻ്റെ വീട് തന്നെ തപോഭൂമിയായിട്ട് മാറണു. അപ്പോൾ ഇത്തരത്തിലുള്ള ആസക്തി, ഈ ഒട്ടൽ അല്ലേ, രാഗം ഇല്ലാതാവുന്ന അവസ്ഥയാണല്ലോ വൈരാഗ്യം, വിരാഗം. ആ വൈരാഗ്യം എന്നെന്താ? രാഗത്തിനോടുള്ള വിരക്തിയാണ്. അപ്പൊ ജീവിക്കുമ്പോൾ പോലും അതിനോടൊരു വിരക്തിയോടുകൂടി ജീവിക്കുക. നേരത്തെ പറഞ്ഞില്ലേ, ത്യക്തേന ഭുഞ്ചീത. അവനവൻ്റെ അഹങ്കാരങ്ങളൊക്കെ വെടിയാം. ഞാനെന്നും എൻ്റെ ധനമെന്നും എനിക്കനേകം സ്ഥാനങ്ങളുണ്ട്, ഒഴിവതില്ലിഹ ഞാനിതെന്നും മാനം നടിച്ചതിനിമേൽ മതി, ചിത്തമേ നീ ധ്യാനിച്ചു കൊള്ളുക സതതം ഭഗവൽ സ്വരൂപം. അപ്പോൾ അവനവനെന്നുള്ള അഹങ്കാരത്തെ ഒക്കെ ഇല്ലാണ്ടാക്കുക. അതാണ് വാനപ്രസ്ഥം. 4-ാമത്തെ ആശ്രമം സന്യാസി. സന്യാസിയുടെ അവസ്ഥ എന്താ? സംന്യാസം. അവനവൻ്റെ ശരീരത്തെ മാത്രം സംരക്ഷിക്കുക, ബാക്കിയെല്ലാം ഉപേക്ഷിക്കുക. ബാക്കിയെല്ലാം ഒന്നിനോടും ആസക്തി ഇല്ലാണ്ട് അല്ലേ. ഒരിടത്തും സ്ഥിരമായി താമസിക്കരുത്, ഒറ്റയ്ക്ക് സഞ്ചരിക്കണം. ഇനി എവിടെയെങ്കിലും താമസിക്കുകയാണെങ്കിൽ ഗോദോഹന മാത്രം, പശുവിനെ കറക്കണ സമയം, അത്ര സമയം മാത്രമാണ് അത്രേ ഒരിടത്തിരിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒന്നിനോടും ബന്ധമില്ലാതെ, അടയാളങ്ങളൊന്നും ധരിക്കാതെ അല്ലേ. ശിശുക ബ്രഹ്മർഷി ആദ്യം അല്ലേ, പ്രഥമസ്കന്ധത്തില് ശിശുക ബ്രഹ്മർഷി പ്രത്യക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചില്ലേ, ഒരടയാളല്ലാത്ത ആള്, ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല, അവധൂതവേഷ അല്ലേ. ഇപ്പോൾ എന്നെ നിങ്ങളൊക്കെ കണ്ടാൽ പലതും മനസ്സിലാക്കിയെടുക്കാം. ഒരു പക്ഷേ മതം മനസ്സിലാക്കാം, ജാതി മനസ്സിലാക്കാം, കുലം മനസ്സിലാക്കാം, തൊഴിൽ മനസ്സിലാക്കാം, എവിടെ ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കാം, സാമ്പത്തികാവസ്ഥ മനസ്സിലാക്കാം അല്ലേ. പലതും നമ്മുടെ ആ ശരീരം, നമ്മുടെ വസ്ത്രഭൂഷാദികൾ കൊണ്ട് മനസ്സിലാക്കിയെടുക്കാം. ഒരു ചിഹ്നങ്ങളും ധരിക്കാതെ നടക്കണം സന്യാസി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അതൊന്നും ബാധകമല്ല. അപ്പം തൻ്റെ കുലമോ മഹിമയോ ആത്മീയതയോ ഒന്നും മനസ്സിലാക്കാത്ത രീതിയിൽ എല്ലാറ്റിനെയും ഉപേക്ഷിച്ചുകൊണ്ട് നടക്കുന്നവനാണ് സന്യാസി. ഇത് 4 വേണം എന്നാ ഇവിടെ പറയും. എങ്ങനെയാണ് ഒരു ഓഫീസിൽ ഒരു ഓഫീസർ ഉണ്ടാവും, ക്ലർക്ക് ഉണ്ടാവും, പ്യൂൺ ഉണ്ടാവും, അങ്ങനെ നിരവധി ജോലിക്കാരുണ്ടാവും. ഇവരെല്ലാവരും കൂടി ചേരുമ്പോഴാണ് ആ ഓഫീസിൻ്റെ പ്രവർത്തനം സുഗമമായിട്ട് മുന്നോട്ട് പോവുക. ഒരു ഓഫീസിൽ 10 പ്യൂണ് മാത്രം, അല്ലെങ്കിൽ 10 ക്ലർക്ക് മാത്രം, 10 ഓഫീസർമാർ മാത്രം, അങ്ങനെ പറ്റില്ല. എല്ലാവരും കൂടി ചേരുമ്പോഴാണ് ഇത് മുന്നോട്ട് പോകും. അതുപോലെ യതീനാം പ്രശമോ ധർമ്മോ നിയമോ വനവാസിനാം ദാനമേവ ഗൃഹസ്ഥാനാം ശുശ്രൂഷ ബ്രഹ്മചാരിണാം. ബ്രഹ്മചാരികൾ ശുശ്രൂഷ കൊണ്ടും, ഗൃഹസ്ഥൻ ദാനധർമാദികൾ കൊണ്ടും, വാനപ്രസ്ഥ നിയമങ്ങൾ കൊണ്ടും, അതുപോലെ സന്യാസന്മാര് അവരുടെ ധർമ്മ ഉപാസന കൊണ്ടും സമൂഹത്തെ നേർവഴിയിലേക്ക് നയിക്കണം. അങ്ങനെ പോകുമ്പോൾ നമ്മൾ അവസാനമായി എത്തിച്ചേരുന്ന ഒരു തലമുണ്ട്, ഒരു ബോധമുണ്ട്. അതുകൂടി ചൊല്ലി അവസാനിപ്പിക്കാം. നമുക്ക് മനസ്സിലാവും. നാഹം മനുഷ്യ നച ദേവയക്ഷൗ ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്ര ന ബ്രഹ്മചാരി ന ഗൃഹീവനസ്ഥോ ഭിക്ഷുർന ചാഹം നിച ബോധരൂപം ഭിക്ഷുർന ചാഹം നിച. ബോധരൂപം ഭിക്ഷുർന ചാഹം നിച. ബോധരൂപം. ഈ വർണ്ണാശ്രമധർമ്മങ്ങളിലൊക്കെ കടന്നു വന്നാലും ഞാൻ ഈ വർണ്ണത്തിനോ ആശ്രമങ്ങളിലോ നിൽക്കേണ്ടവനല്ല. നിജബോധരൂപം, ഞാൻ ഭഗവത് സ്വരൂപം തന്നെയാണ് എന്ന തുടങ്ങിയ ആ വിഭൂതികളൊക്കെ ഞാൻ തന്നെയാണ് ഭഗവാൻ എന്നത്, ഞാൻ തന്നെയാണ് അഹം ബ്രഹ്മാസ്മി എന്ന പദവിയിലേക്ക്, ജ്ഞാനമാർഗത്തിലേക്ക്, ബോധതലത്തിലേക്ക് ഉയരുകയാണ് വേണ്ടത്. അതിനുള്ള ശ്രമങ്ങളാവട്ടെ നമ്മുടെ ഇത്തരം സത്സംഗങ്ങളിൽ നിന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്രയും സമയം അനുവദിച്ച ഇതിൻ്റെ സത്രം ഭാരവാഹികളോടും അതിനേക്കാളൊക്കെ ഉപരി ഇവിടെ ഇരുന്ന ഈ വാക്കുകളൊക്കെ വളരെ സശ്രദ്ധം സന്തോഷം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും പാദങ്ങൾ നമസ്കരിച്ചുകൊണ്ട് ഈ വാക്കുകളെ അമ്മയുടെയും ഗുരുവായൂരപ്പൻ്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേ സമർപ്പയാമി. സർവം ശ്രീ നാരായണ. ഓം
ശാന്തി 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 സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.